ഇവിടെ എത്ര സ്പിരിറ്റ്സ് ഉണ്ടാവും, എത്ര സോൾസ് ഉണ്ടാവും. നമ്മൾ പറയുന്നത് ഇതെന്തിനാ പേടിക്കുന്നത്, എന്തിനാ? നമ്മളെ പോലെ തന്നെ, നമ്മളെ പോലെ ശരീരം പോലും ഇല്ല അവർക്ക്. എന്ത് ചെയ്യാനാണ്? പാവങ്ങൾ, ഈ ശരീരം പോലും ഇല്ലാതെ ഇവർ എന്ത് ചെയ്യാനാണ്? പക്ഷെ ശരീരം പോലും ഇല്ലാത്ത പ്രേതങ്ങളാണ് ഡേഞ്ചറസ് എന്നാണ് സിനിമ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ എനർജി വൈബ്രേഷൻസിലാണ് ഉള്ളത്. അപ്പോൾ ആ എനർജി വൈബ്രേഷൻ അനുസരിച്ചാണ് അവൻ അവൻ്റെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആത്മാവിൻ്റെ സഞ്ചാരത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഈ സബ്ജക്റ്റാണ് ബേസിക്കലി ഒക്കൾട്ടിസ്റ്റ്. അപ്പം ഒക്കൾട്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ മിസ്റ്റിക് സബ്ജക്ട്സ് എന്ന് പറയുന്നതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ആസ്ട്രോളജി പോലെയുള്ളത്, പാമിസ്ട്രി, ന്യൂമറോളജി, ഇതൊക്കെ. വാട്ട് എക്സാക്ട്ലി ഈസ് വിഷൻ ബോർഡ്? വിഷൻ ബോർഡ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആഗ്രഹമാണല്ലോ. നമ്മളുടെ ആഗ്രഹത്തിന്റെ ക്ലാരിറ്റി അനുസരിച്ചിരിക്കും ഇത് വർക്ക് ആവുമോ ഇല്ലയോ എന്നുള്ളത്. പ്രകൃതിയുടെ മുന്നിൽ കള്ളത്തരമില്ല. പ്രകൃതിയുടെ മുന്നിൽ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഇഫ് യു ആർ നോട്ട് ആക്ച്വലി കോൺഫിഡൻറ്റ്, ആ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യേണ്ട ആ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരില്ല. എൻ്റെ ഗർഭപാത്രത്തിലൂടെ ഞാൻ നിന്നെ ഭൂമിയിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു പ്രോമിസ് അമ്മ തരികയാണ്. അമ്മയാകുന്ന സോള് തരികയാണ്. പ്രൊട്ടക്ഷൻ തരിക എന്നുള്ള അച്ഛനാകുന്ന സോള്. ആ രണ്ട് സോളുമായിട്ട് നല്ല കർമ്മ കാണും. ഇത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമ്മളിപ്പോ ചിലപ്പോ പറയില്ലേ ശത്രുക്കളാണ് മക്കളായിട്ട് വരിക. എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുകയും വേണം. അതെ, അത് ആ അറ്റാച്ച്മെന്റ് വെക്കും തോറും നമ്മള് ഗ്രോത്ത് കുറഞ്ഞേയിരിക്കും. നമ്മുടെ വിശ്വാസങ്ങളിലാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്, അല്ലെ? അതിപ്പോ മനുഷ്യരിലായിരിക്കാം, മനുഷ്യന് മുകളിലുള്ള ഒരു ശക്തിയിലായിരിക്കാം. എന്താണെങ്കിലും നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണത്. അങ്ങനെയുള്ള ഓരോ വിശ്വാസത്തിനും ഒരു സയൻസ് ഉണ്ടാവുമല്ലോ, ഒരു ലോജിക് ഉണ്ടാവുമല്ലോ. അത് മനസ്സിലാക്കാൻ ശ്രമിക്കലാണ് മൈൽ സ്റ്റോൺ ബിലീഫ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഹായ്, ദിസ് ഇസ് മഞ്ജു ആൻഡ് ഇന്ന് എൻ്റെ കൂടെയുള്ള ആൾ നമ്മുടെ ഗസ്റ്റ് ഒരു യൂട്യൂബറാണ്, ഒരു സ്പിരിച്വൽ എഡ്യൂക്കേറ്റർ ആണ്, ആൻഡ് ഷീ ഈസ് എൻ ഒക്കൾട്ടിസ്റ്റ്. അപ്പൊ ആദ്യം എനിക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒക്കൾട്ടിസ്റ്റ് എന്ന വാക്കാണ്. അപ്പൊ ലെറ്റ് മീ ബിഗിൻ വിത്ത് ദാറ്റ്. ശിൽപ, എന്താണ് ഈ ഒക്കൾട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒക്കൾട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആസ്ട്രോളജി, ടാരോ പോലെയുള്ള സബ്ജക്റ്റുകളെ, ന്യൂമറോളജി, വാസ്തു, ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന എന്നാൽ കാണാൻ സാധിക്കാത്ത എനർജീസിനെ ഡീൽ ചെയ്യും. അതായത് ബേസിക്കലി സൈക്കോളജിക്കലായിട്ട് സ്പിരിച്വലി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും, അല്ലേ? നമ്മളുടെ മനസ്സിനെ കുറിച്ച്, മനസ്സിൻ്റെ ഒരു സഞ്ചാരത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ സഞ്ചാരത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഈ സബ്ജക്റ്റാണ് ബേസിക്കലി ഒക്കൾട്ടിസ്റ്റ്. അപ്പം ഒക്കൾട്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ മിസ്റ്റിക് സബ്ജക്ട്സ് എന്ന് പറയുന്നതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ആസ്ട്രോളജി പോലെയുള്ളത്, പാമിസ്ട്രി, ന്യൂമറോളജി, ഇതൊക്കെ. ഈ തെയ്യം, കളിയാട്ടം ഒക്കെ ഇതിന്റെ താഴെയാണ് വരുന്നത്. അങ്ങനെയും ഞാൻ വായിച്ചായിരുന്നു. തെയ്യം, കളിയാട്ടം, ഇങ്ങനത്തെ വിശ്വാസങ്ങളും കലാരൂപങ്ങളല്ലേ? അത് റിലീജിയസ് കലാരൂപങ്ങളല്ലേ? അത് ഓരോ വിശ്വാസത്തിന്റെ പുറത്ത്. എന്നാലും അത് ബേസിക്കലി കലാരൂപമായിട്ടാ കൂട്ട്. ഇത് ഒരു അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ്. അപ്പൊ എന്റെ അനാലിസിസ് ആണെന്ന് ചോദിച്ചാൽ നമ്മളുടെ മനസ്സിന്റെ അനാലിസിസ് എന്ന് പറയാം. നമ്മൾ ഓരോരുത്തരും ഓരോ എനർജി വൈബ്രേഷൻസിലാണ് ഉള്ളത്. അപ്പോൾ ആ എനർജി വൈബ്രേഷൻ അനുസരിച്ചാണ് അവൻ അവൻ്റെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ഞാൻ അട്രാക്ട് ചെയ്യുന്നു എൻ്റെ ലൈഫിലേക്ക് എന്നറിയാൻ വേണ്ടി നമ്മൾ ആ മനസ്സ് വായിക്കുക. പക്ഷെ എങ്ങനെ മനസ്സ് വായിക്കുക? അതിന് നമുക്കൊരു ടൂള് വേണം. നമുക്ക് ആസ്ട്രോളജി അതിനെടുക്കാം, ടാറോ കാർഡ്സ് അതിനെടുക്കാം. അപ്പൊ ഇതിൽ ശില്പ ഏതൊക്കെ വഴികളിലൂടെ ഈ പറഞ്ഞ പോലെ ആളുകളുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കും? ഞാൻ ആസ്ട്രോളജി വെച്ച് നോക്കാറുണ്ട്. അതുപോലെ ടാറോ ആണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. വാസ്തു ഉണ്ട്. ഇത് മൂന്നുമാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. വാട്ട് മെയ്ഡ് യു ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്? അതായത് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ പഠിത്തമല്ലല്ലോ. അതിൽ തന്നെ PG എടുക്കാന്ന് പറഞ്ഞാൽ അത് ഒട്ടും ഈസി അല്ല. അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക്, അതായത് സ്പിരിച്വൽ എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ ഒക്കൾട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ്, ഒരു റീസൺ വേണമല്ലോ. വാട്ട് ഈസ് ഇറ്റ്? അതെനിക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു സാധാരണ എഞ്ചിനീയറിംഗ് വളരെയധികം ഇഷ്ടപ്പെട്ട, മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. അതെ, മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗിന് പോയത്. എഞ്ചിനീയറിംഗിന് പോയി കഴിഞ്ഞപ്പം
ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയ ഒരു എഞ്ചിനീയറിംഗ് അല്ല എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ അവിടെ എന്നുള്ളത് സംഭവിക്കുന്നത്. അവിടെ മനസ്സിലായി. പക്ഷെ പഠിച്ചു നല്ല രീതിയിൽ. അപ്പം ഒന്നും അറിയില്ല. പഠിത്തം കഴിഞ്ഞ് ടു ബി ഫ്രാങ്ക് ബിടെക് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ഇറങ്ങി. പക്ഷെ ഇതെന്താ സംഭവം എന്നൊരു പിടുത്തവും ഇല്ല, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ബേസിക്കലി ദുബായിലായിരുന്നു പേരൻസ് ആയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ PG ജോയിൻ ചെയ്യാണ്. അപ്പോൾ എനിക്ക് മാനേജ്മെന്റിനോടും ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് പഠിച്ചു. നല്ല രീതിയിൽ ഡിസ്റ്റിങ്ഷനോടുകൂടി തന്നെ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിലും പാസ്സായി. അവിടെ വർക്ക് ചെയ്യുന്നു. എനിക്ക് സംതൃപ്തി ഇല്ല ഈ ഒരു ഓഫീസ് ജോബിൽ. ഞാൻ ഹാപ്പി അല്ല ഒട്ടും. അപ്പം ക്രിയേറ്റീവ് കാര്യങ്ങളോട് ചെറുതിലേ മുതലേ ഇഷ്ടമുണ്ട്, പാട്ടും ഡാൻസും ഒക്കെ. പക്ഷെ ഇതിലൊന്നിലും നമ്മളൊരു പ്രാവീണ്യം നേടുക എന്ന് പറയുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ എല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ അതിന്റെ പുറകെ പോകുന്നില്ല. മെയിൻ നമുക്ക് ബിടെക് അല്ലേ, ബിടെക്കിന്റെ അതാണ്. ബിടെക്കിന് ഒരാൾ കയറി കഴിഞ്ഞാൽ ആൾക്ക് ഇങ്ങനെ മാസം മാസം എക്സാംസ് വന്നുകൊണ്ടിരിക്കും. നമുക്ക് വേറെ സൈഡ് ലൈനിൽ ഒന്നും ചെയ്യാനുള്ള സമയം എനിക്ക് ഉണ്ടായില്ല. അപ്പൊ ഞാൻ എന്നാ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. അങ്ങനെ അവിടെ കുറച്ച് നാൾ അങ്ങനെ വർക്ക് ചെയ്തു. പിന്നെ നാട്ടില് ഒരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തു. കോവിഡ് ടൈമൊക്കെ ആയപ്പം അത് സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ്സിന് വരുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. അപ്പൊ ഞാൻ ആസ്ട്രോളജി ഇതിന്റെ സൈഡിൽ കൂടെ പഠിക്കാൻ തുടങ്ങി. കാരണം ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതായതുകൊണ്ട് ചെറുതിലെ മുതലേ നമ്മൾ ജോൽസിന്റെ അടുത്ത് പോവാ എന്ന് പറയുന്ന പരിപാടി കേട്ടിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോ നമുക്ക് മനസ്സിലാത്ത ഭാഷയിൽ കുറേ കാര്യങ്ങൾ ഇവർ പറയും. ആ വഴിപാട് ചെയ്യുക, ഈ വഴിപാട് ചെയ്യുക. അപ്പൊ എനിക്ക് ചെറുതിലേ മുതലേ എൻ്റെ മനസ്സിലുള്ള ചോദ്യമാണ്, ഈ വഴിപാട് ചെയ്യുന്നതും നമ്മുടെ പ്രശ്നങ്ങളും തമ്മിൽ എന്ത് ബന്ധം? എനിക്കൊരു ഐഡിയ കിട്ടാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ജോലിയുടെ കാര്യമാണെങ്കിൽ ഞാനിങ്ങനെ പല ഫീൽഡിൽ നിൽക്കുന്നു. അപ്പം വീട്ടുകാർക്ക് സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ വഴി എന്താണ് ഇതിനൊക്കെ പോകുമ്പോൾ എനിക്കൊരു MNCയിൽ വളരെ ടോപ്പ് ലെവലിൽ ജോലി അങ്ങനെയൊക്കെയാണ് ഇവർ പറയുക. പക്ഷെ എൻ്റെ ഇൻട്രസ്റ്റ് അവിടെ അല്ല. അപ്പം ഇവർ പറയുന്നത് തെറ്റല്ലേ? അങ്ങനെ തോന്നി ആസ്ട്രോളജി പഠിക്കാൻ തുടങ്ങിയതാണ്. ഏകദേശം ഒരു 2017 ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കടൽ പോലെയാണ്, എനിക്ക് ആരും ഇല്ല ഹെൽപ്പ് ചെയ്യാൻ, പഠിപ്പിക്കാൻ. ആരുമില്ല. എന്റെ വീട്ടിൽ അങ്ങനെ വലിയ റിലീജിയസ് പോലും അല്ല. നമ്മൾ അമ്പലത്തിൽ പോവും, അത് നമുക്കൊരു സമാധാനമാണ്. അതല്ലാതെ അങ്ങനെ വലിയൊരു റിലീജിയൻ ഫോളോ ചെയ്യുക അങ്ങനെ ഒന്നുമില്ല. വീട്ടുകാർ സ്ഥിരമായി നാമം ജപിക്കുക അങ്ങനത്തെ പരിപാടി പോലും ഇല്ല. പക്ഷെ നമുക്ക് ഈ ക്ലാസിക്കൽ മ്യൂസിക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് രാമായണം വായിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അത് സ്ഥിരമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്പിരിച്വൽ ലൈൻ ഉണ്ട്. പക്ഷെ ഈ റിലീജിയസ് വേയില് എന്തോ ഒരു താല്പര്യ കുറവുണ്ട്. അപ്പൊ ഇങ്ങനെ ആസ്ട്രോളജി പഠിക്കുന്നു. അപ്പോൾ പഠിപ്പിക്കാൻ ആരെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയില്ല. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. ഒരു 6 മാസത്തോളം ഞാൻ ഉറക്കമില്ലാതിരുന്ന് പഠിച്ചു. പെട്ടെന്ന് എങ്ങനെയോ എനിക്കറിയില്ല, ഒരു വെളിപാട് പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി. പിന്നീട് നല്ല ഗുരുക്കന്മാരെ കിട്ടി, അവരോട് ചോദിച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു വീട് വെക്കുന്ന ആ സമയത്ത് വരികയാണ്. അപ്പോൾ എനിക്ക് വാസ്തു നോക്കണം. 2 പേരെ നമ്മൾ അപ്രോച്ച് ചെയ്ത് 2 പേര് 2 കണക്കുകൾ പറയുന്നു. കണക്ക് എപ്പോഴും ഒന്നല്ലേ ഉണ്ടാവുക, കണക്ക് എങ്ങനെയാ പലത് വരിക. അപ്പം എന്താണ് ഇതിൻ്റെ കളി എന്ന് അറിയാനായിട്ടാണ് വാസ്തു പഠിക്കുന്നത്. അപ്പം വാസ്തു എന്നിട്ട് വീടിന് ഞാൻ തന്നെ ചെയ്തു. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു. അപ്പോൾ ഒരു പോസിറ്റിവിറ്റി തോന്നി വീട്ടിൽ നിന്നപ്പോൾ ഒക്കെ. അപ്പൊ ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ആ സമയത്ത് ചെയ്തു കൊടുക്കാൻ ആസ്ട്രോളജി അവരിങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തോ അവർക്ക് പ്രാക്ടിക്കലി യൂസ്ഫുൾ ആവാൻ തുടങ്ങി. ഞാൻ വഴിപാടൊന്നുമല്ല പറയുക. അപ്പൊ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ആസ്ട്രോളജി നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഒരാൾ ജനിക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങളിൽ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ അവര് എങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ആണ് എന്നുള്ളത് നമുക്ക് ഏകദേശം കിട്ടും. പിന്നെ ഈ ഗ്രഹങ്ങൾ ഒരിടത്ത് തന്നെ നിൽക്കല്ല, ഇതിനെ ട്രാൻസിറ്റ് ചെയ്യും. ട്രാൻസിറ്റ് ചെയ്യുന്നത് വഴി ആ സമയങ്ങളിൽ ഇവരുടെയൊക്കെ മനസ്സിൽ പോകുന്ന ചിന്തകള്, അത് ഇമോഷൻസ്, തോട്ട്സ് ഒക്കെ. പിന്നെ എക്സ്റ്റേണലി നമ്മൾ പറയല്ലോ താൻ പാതി ദൈവം പാതി എന്ന് പറയാം. അപ്പൊ ആ ദൈവം എന്ന് പറയുന്നത് നമ്മൾ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്ന എനർജി തന്നെയാണ്. യൂണിവേഴ്സ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയാണ്.
അപ്പോൾ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഉള്ളത്? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ? ഇപ്പോൾ ഒരാൾ ജോലി ആഗ്രഹിക്കുന്നു, ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ എടുത്താൽ ഞാൻ എൻജിനീയറിങ് ജോബിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ ഇതെൻ്റെ നിയോഗമാണ്. ഇപ്പം എനിക്ക് 10ാം ഭാവം കുംഭരാശിയാണ്. കുംഭരാശിയിൽ ശനി അധിപനാണ്. ശനി അധിപനായി നിൽക്കുമ്പം ടെക്നോളജി പഠിക്കും, ഉറപ്പാണ്. എൻജിനീയറിങ് നമുക്ക് പറയാം, ചൊവ്വ ശനിയൊക്കെ. ഞാനതുകൊണ്ട് അത് പഠിച്ചു, അത് നിയോഗമാണ്. പക്ഷെ ശനി ഉണ്ട്, അതിൽ വർക്ക് ചെയ്യും എന്നാണ് അപ്പൊ എല്ലാരും പറയുന്നത്. പക്ഷെ എൻ്റെ 10ാം ഭാവത്തില് രാഹു ഉണ്ട്. 10ാം ഭാവാധിപൻ നിൽക്കുന്നത് 8ാം ഭാവത്തിലാണ്, ശനി. അതായത് ധനുവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ ധാർമ്മികപരമായ ഒരു എനർജി ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്പിരിച്വൽ ആയിട്ടുള്ള, അതായത് ഒരു ക്ലീഷ ആയിട്ടുള്ള രീതി അല്ലാതെ ഒരു വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യും എന്നുള്ളത് അവിടെ ഉണ്ട്. ഇത് ഞാൻ പഠിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് നമ്മളിപ്പോ ബ്ലൈൻഡ് ആയിട്ട് അങ്ങനെ ഒരു കാര്യം പറയാണ്ട് അതിനൊരു സയന്റിഫിക് അല്ലെങ്കിൽ ഒരു ലോജിക്കലി ഒരു സാധനവും കൂടി കൊടുത്തിട്ട് ചെയ്യാന്നുള്ളതാണോ? അങ്ങനെയല്ല, ഞാൻ ജന്മനാ ജനിച്ചപ്പോൾ ഈ ഒരു എനർജി ആയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് എൻ്റെ ജീവിത രീതി കണ്ടിട്ട് എല്ലാവരും പറയാണ് ഈ കുട്ടി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു MNCയിൽ വർക്ക് ചെയ്യും, അതും അബ്രോഡ് ആയിരിക്കും. കാര്യം രാഹു നിൽക്കുമ്പോൾ ഫോറിൻ എനർജി നമ്മൾ പറയും, അബ്രോഡ് ആണെന്ന് പറയുക. ശരിയാണ്, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തു, അബ്രോഡും വർക്ക് ചെയ്തു. പക്ഷെ ഇപ്പോഴും അബ്രോഡ് ക്ലയൻസ് ഉണ്ട്, വേൾഡ് വൈഡ് തന്നെയാണ് ക്ലയൻസ്. പക്ഷെ ആ രാഹു കൊണ്ടുതരുന്ന ഒരു വ്യത്യസ്തത ഉണ്ട്. ആ വ്യത്യസ്തതയാണ് എന്നെ ഈ ഫീൽഡിലേക്ക് എത്തിച്ചത്. എൻ്റെ മനസ്സ് ഇങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുകയാണ്. അപ്പം ഇത് മുൻ ജന്മത്തിൽ നിന്നും 10ാം ഭാവത്തിൽ രാഹു നിൽക്കുക എന്ന് പറയുമ്പോൾ 4ാം ഭാവത്തിൽ 180 ഡിഗ്രി ആക്സസിൽ കേതു ഉണ്ട്. 4ാം ഭാവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ ഡീൽ ചെയ്യുന്നു. അതിൽ ശുക്രനും നിൽക്കുന്നുണ്ട്. അപ്പം കലാപരമായ കാര്യങ്ങളുണ്ട്, എസ്തെറ്റിക്സ് ഉണ്ട്, അതോടൊപ്പം സ്പിരിച്വാലിറ്റി ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു ആൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അയാളുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ അയാളുടെ ഫീൽഡ് ഓഫ് വർക്ക്, അയാളുടെ റിലേഷൻഷിപ്പ്, മാരേജ്, അങ്ങനെ നമുക്ക് എല്ലാത്തിനെ കുറിച്ചും അയാൾക്ക് അവനവനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതെ, ട്രൂ. നമ്മളെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റേണലി പോയിട്ട് ഗൈഡൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ വാലിഡേഷൻസ് നോക്കുന്നത്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? നമുക്കിപ്പോൾ എന്താ ഉള്ളത്? സമൂഹത്തിൽ സേഫ് ആയിട്ടുള്ള റൂട്ടെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കണം. ഇത്ര പ്രായമാകുമ്പം പഠിക്കുക, പഠിത്തം കഴിയുക, കല്യാണം കഴിക്കുക, കുട്ടി ഉണ്ടാവുക, ജോലിക്ക് പോവുക, ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. എല്ലാവരും ജനിക്കുന്നത് ഡിഫറെന്റ് എനർജീസ് ആയിട്ടാ. അപ്പൊ പിന്നെ ഇപ്പുറം ഇരിക്കുന്ന ആള് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്ത ഞാനും അവരും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ പിന്നെ അവരായിട്ട് ജനിച്ചാ പോരെ. അപ്പൊ അങ്ങനെ, അപ്പൊ ഇതിൽ ആസ്ട്രോളജിക്കലി ഉള്ളതിലും കുറച്ചുകൂടെ സൈക്കോളജിക്കലി പറയാൻ ടാറോ കാർഡ്സ് ഹെൽപ്പ് ചെയ്യും. ആസ്ട്രോളജി ഹെൽപ്പ് ചെയ്യില്ല എന്നല്ല, കുറച്ചുകൂടെ ഒരു കോമൺ മാൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ടാറോ കാർഡ്സ് വെച്ചിട്ട് പറ്റും. മനസ്സിലായി. അതായത് കറന്റ്ലി നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ഗോ ത്രൂ ചെയ്യുന്നു, നിങ്ങളുടെ സബ് കോൺഷ്യസ് എനർജി എന്താണ്, ഇപ്പം വാട്ട് യു തിങ്ക് യു അട്രാക്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ ചിന്തിക്കുന്നത് ഒന്നും വേണ്ട, നമുക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്ന എക്സാക്ട് ഇമോഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ആൻസർ ഉണ്ട്? നമുക്ക് ഇപ്പൊ ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഫ്രസ്ട്രേഷൻ എന്തിന്, കാരണം എന്ത്, അല്ലെങ്കിൽ ഇത് എവിടെ തുടങ്ങി, യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ എന്താണ്? അപ്പം നമ്മൾ പുറകിലേക്ക് പോയി റൂട്ട് കോസ് എടുക്കണം. ആ റൂട്ട് കോസ് സബ് കോൺഷ്യസ് മൈൻഡിലാണ് കിടക്കുന്നത്. അപ്പോൾ കോൺഷ്യസ്ലി നമുക്ക് അതുമായിട്ട് ബന്ധം ഉണ്ടാവില്ല, നമ്മൾ അറിയില്ല. പക്ഷെ നമ്മൾ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ മെഡിറ്റേഷൻ, ധ്യാനം, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് കുറച്ച് എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസിൽ നിന്ന് അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് നമ്മളൊന്ന് കട്ട് ചെയ്യുക. നമ്മൾ നമ്മളിലേക്ക് നോക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതുമായിട്ട് നമുക്ക് കണക്ഷൻ വരുന്നു. അപ്പം ഇവിടെയാണ് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ. അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ ഉള്ളിലാണ് കിടക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്കൊരാഗ്രഹമുണ്ട്, ആ ആഗ്രഹത്തിലേക്ക് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ കൊണ്ടെത്തിക്കുന്നു കോൺഷ്യസ് എഫേർട്ടിലൂടെ.
മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ഒന്ന് കട്ട് ചെയ്യട്ടെ. ശില്പ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ആസ്ട്രോളജി പഠിക്കാൻ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫീൽഡിലേക്ക് വരാൻ ശില്പയ്ക്ക് കാരണമായ ചോദ്യം, ഈ വഴിപാടുകളൊക്കെ കഴിക്കുന്നത് എന്തിനാ എന്നൊരു ചോദ്യം. അതായത് ഇപ്പൊ നമ്മൾ എല്ലാവരും, എല്ലാ സാധാരണക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ദൈവങ്ങൾക്ക് എന്തിനാണ് ഇപ്പൊ നമ്മുടെ കാശ് കിട്ടിയിട്ട് നമ്മൾ കൊണ്ട് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ കൊണ്ട് ഈ കാശ് കൊടുക്കേണ്ട, വഴിപാട് കഴിക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളത്. ആ ക്വസ്റ്റ്യന് വാട്ട് ഈസ് യുവർ ആൻസർ? ഇതിപ്പം നമ്മളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് ഞാനിപ്പോ പറഞ്ഞു. ഈ പ്രേയേഴ്സ് ആർ കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ. ഓക്കെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി. അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പോസിറ്റിവിറ്റി കിട്ടും അല്ലെ. അമ്പലം, പള്ളി ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം അതിൻ്റെതായ ഒരു പരിശുദ്ധിയും ഒരുപാട് പേരുടെ നാമജപങ്ങളും പ്രാർത്ഥനകളും പോസിറ്റിവിറ്റി മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഓറ, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അതൊന്നും വേറെ തന്നെയാണ്. അപ്പൊ നമ്മൾ അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസമാണ് അത് നടക്കുന്നുള്ളത്. അത് വിശ്വസിക്കാത്ത ഒരാൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ പോയിട്ട് നെഗറ്റീവ്, ഇപ്പം നമുക്ക് ഫിനാൻഷ്യൽ ഡെപ്റ്റ്സ് ആണ്, നമുക്ക് കടങ്ങളുണ്ടെന്ന്, ഈശ്വര ഭഗവാനെ എന്റെ കടങ്ങളെല്ലാം തീർത്തരണേ, നാളെ കട ഒന്നുകൂടെ കൂടി കിട്ടും, നാളെ മുതൽ കൂടി കിട്ടും. എന്താ ഇവൻ അട്രാക്ട് ചെയ്യുന്ന എന്താ? കടം. അല്ല, പക്ഷെ കടം തീർക്കാനല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് ഇങ്ങനെ പ്രാർത്ഥിക്കാം, എന്നിലേക്ക് വരാനുള്ള മണി ഫ്ലോ നന്നായി വരട്ടെ, എൻ്റെ അബണ്ടൻസ് വർദ്ധിക്കട്ടെ. ഇത് പ്രാർത്ഥിക്കൂ. നിങ്ങളിലേക്ക് അബണ്ടൻസ് അട്രാക്ട് ചെയ്യും. കാര്യം നിങ്ങൾ എന്തിലാണ് അവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ മനസ്സുകൊണ്ട് ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തോട്ട്സ് കൊണ്ട് ഫോക്കസ് ചെയ്യുന്ന എന്താ, അതാ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് അമ്പലത്തിൽ പോയിട്ടും വീട്ടിലിരുന്നിട്ടും നിങ്ങൾക്കിത് ചെയ്യാം, ഫോക്കസ് ഉണ്ടായാൽ മതി. അപ്പൊ നമ്മള് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ വഴിപാട് അല്ലെ, വഴിപാട് ചോദിച്ചത്, ഈ വഴിപാട് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആ പോസിറ്റീവ് ചിന്ത ഉണ്ടാവാനുള്ള ഒരു പ്രേരണ വരിക ചെയ്യുന്നത്. നടക്കുന്നുള്ള വിശ്വാസം കൂടാണ്. അതാണ് നടക്കുന്നുള്ള വിശ്വാസം. നമ്മൾ ഒരു എഫേർട്ട് എടുക്കല്ലേ. നമ്മൾ എന്ത് എഫേർട്ട് എടുക്കുന്നോ അതിന് തത്തുല്യമായിട്ട് നമ്മളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ വരുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാള് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അവനെന്നും വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരു ചോക്ലേറ്റും കഴിച്ചുകൊണ്ടിരുന്ന അവന് വെയിറ്റ് ലോസ് ആവില്ല. അവൻ എഫേർട്ട് എന്താ അവിടെ എടുക്കുന്നത്? ഡയറ്റ് കൺട്രോൾ ചെയ്യണം. അവനെ എടുക്കുന്നില്ല എഫേർട്ട്. അതേസമയം അവന് എഫേർട്ട് എടുക്കുക, ഒരു 10 മിനിറ്റ് നടന്നു, ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് അവൻ 6 മാസം ചെയ്തു, അവന് മാറ്റം വരും അല്ലേ. ഇതുപോലെയാണ് നമ്മളുടെ മനസ്സിലൊരു ആഗ്രഹമാണ് നമുക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ച ആഗ്രഹം നടക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പള്ളിയിലൊക്കെ പോയിട്ട് നമ്മളൊരു വഴിപാട് കഴിപ്പിക്കുമ്പോൾ അത് നമ്മളുടെ എഫേർട്ടിനെ അവിടെ സൂചിപ്പിക്കുന്നത്, അല്ലാതെ ആ വഴിപാട് അവിടെ നടത്തേണ്ട കാര്യമൊന്നുമില്ല. വഴിപാടൊക്കെ നടക്കുമ്പോൾ ആ സ്ഥാപനം നടന്നു പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ എന്താ, ശരിക്കും നമ്മുടെ എഫേർട്ട് അവിടെ കാണുന്നത് അല്ലേ. നമ്മൾ എടുക്കുക ഒരു എഫേർട്ട്. എൻ്റെ അറിവുകൊണ്ട് എനിക്കിപ്പോൾ ഇതേ അറിയുള്ളൂ, ഞാൻ ആ എഫേർട്ട് എടുത്തു. അതെടുക്കുമ്പോൾ എനിക്ക് അടുത്ത വാതിൽ ഓപ്പണായി വരുമായിരിക്കും. ഞാനപ്പോൾ ആ വാതിൽ എടുക്കുമ്പോഴാണ് അടുത്ത എഫേർട്ട് ആവുന്നത്. അങ്ങനെയാണ് നമ്മളുടെ ആഗ്രഹത്തിലേക്ക് എത്തുക. നമുക്ക് സ്വിച്ച് ഇട്ടതുപോലെ മനസ്സ് മാറില്ല. കാര്യം നമ്മൾ മനുഷ്യരെല്ലാം ഹാബിച്വൽ ബീങ്സ് ആണ്. ഒരു ഹാബിറ്റ് ഫോം ചെയ്യണമെങ്കിൽ മിനിമം എത്ര ദിവസം എടുക്കുന്നുണ്ടാവും? 21 ദിവസം മിനിമം 21 അല്ലെ. നമ്മൾ 21 ഡേയ്സ് ഒരേ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു 22ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേ നമുക്ക് അത് ചെയ്യണം, ആ സമയമാകുമ്പോൾ എന്നുള്ള ഓർമ്മ വരാൻ തുടങ്ങും. ആരും റിമൈൻഡ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പോലും അല്ലേ, അതൊരു ഹാബിറ്റായി. എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു പ്രാർത്ഥന നമ്മൾ തനിയെ വീട്ടിലിരുന്ന് ഫോക്കസ്ഡ് ആയിട്ട് അങ്ങനെ ചെയ്ത് നോക്കുക, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാറും. അപ്പോൾ ഒരാൾ നമ്മൾ അപ്രോച്ച് ചെയ്യാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, എല്ലാം ചെയ്യുന്നു, എന്നിട്ടും തടസ്സങ്ങളാണ്. അപ്പോൾ നമ്മൾ ടാരോയിൽ അവരുടെ എനർജി നോക്കും, എന്താ തടസ്സം. അപ്പോൾ ഈ തടസ്സം ഉണ്ടാവണം എങ്കിൽ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ടാരോയിലൂടെ. അതിന് നമ്മൾ റൂട്ട് കോസ് എടുത്ത് പരിഹാരം കൊടുക്കുക. അതായത് എനർജി ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ വഴി നമ്മൾ കൊടുക്കുക. അതൊരു ദിവസം കൊണ്ടല്ല, അവനെ അവൻ്റെ ആഗ്രഹത്തിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹം അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആകുന്ന രീതിയിൽ നമ്മൾ അവനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. അത് നമ്മൾ പ്രേയേഴ്സ്, അഫർമേഷൻസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻസ്, ഇതിലെല്ലാം എന്ത് വഴിയും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഈ പറയുന്ന മാതിരി നമ്മുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ ജ്യോത്സ്യം നോക്കിക്കുന്നത് ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ ആണ്
അതെ അല്ലേ? ഒബ്വിയസ്ലി. ഓക്കെ. ഇപ്പൊ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴേ നമ്മൾ 2026 തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഈ തുടക്കത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സാധനമാണ് വിഷൻ ബോർഡ്. ഒരുപാട് ആളുകൾ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വിഷൻ ബോർഡിന്റെ സയൻസ് എന്താണ്? അതായത് കുറെ പേര് അത് വർക്ക്ഔട്ട് ആയി എന്ന് പറയും, കുറെ പേര് പറയും ഇത് വർക്ക്ഔട്ട് ആവുമെന്ന് അറിയില്ല, പക്ഷെ ലെറ്റ്സ് ട്രൈ ഇറ്റ് എന്ന് പറയും. അപ്പൊ വാട്ട് എക്സാക്ട്ലി ഈസ് വിഷൻ ബോർഡ്? വിഷൻ ബോർഡ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആഗ്രഹമാണല്ലോ. നമ്മളുടെ ആഗ്രഹത്തിന്റെ ക്ലാരിറ്റി അനുസരിച്ചിരിക്കും ഇത് വർക്ക് ആവോ ഇല്ലയോ എന്നുള്ളത്. ആ വിഷൻ ബോർഡ് അപ്പോൾ ഉണ്ടാക്കുന്നത് അത്രയും ക്ലാരിറ്റിയോട് കൂടി വേണം. അതായത് എനിക്കൊരു ജോലി കിട്ടണമെന്ന് നമ്മൾ വേഗമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുകൾ വരും. അൺലെസ് ആൻഡ് അൺടിൽ അവന് ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. ലൈക്ക് എത്ര ക്ലാരിറ്റി? എനിക്ക് ഇഷ്ടം എന്ത് ജോലിയാണ്, എന്ത് ഫീൽഡാണ്, എന്ത് പൊസിഷനാണ്, എന്ത് സാലറി വേണം, ഇത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ട് ആഗ്രഹിക്കുക. മനസ്സിലായി. ആ ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. ആ ക്ലാരിറ്റിയിൽ നിൽക്കുമ്പോൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതും അങ്ങനെ ക്ലാരിറ്റിയിലാണെങ്കിൽ നിങ്ങൾ ആ വിഷൻ ബോർഡ് എന്നും ഫോക്കസ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് അതിലേക്ക് നോക്കിയിരിക്കണം. അത് മനസ്സിൽ പതിയണം. ആ വിഷൻ ബോർഡിലെ പിക്ചേഴ്സ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുന്ന അന്നാണ് നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നത്. അപ്പം ഇത് ഓരോരുത്തരുടെയും ഫോക്കസിങ് പവർ പോലെ ഇരിക്കും അവർക്ക് എത്ര വേഗം ഇത് നടക്കുന്നു എന്നുള്ളത്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അവിടെ ഇരുന്ന് മീഡിയ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ എത്ര പേര് പ്രോപ്പറായിട്ട് ച്യൂ ചെയ്ത് ചവച്ച് കഴിക്കുന്നുണ്ട്? വളരെ കുറവുണ്ടാവും. വളരെ കുറവാണ്. അപ്പം ആ ഭക്ഷണം പോലും നമുക്ക് അത്രയും എഫക്റ്റീവ് ആകുന്നില്ല. അത്ര രീതിയിലാണ് നമ്മുടെ ബോഡി വർക്ക് ചെയ്യുക. നമ്മൾ കോൺഷ്യസ്ലി ചവച്ച് കഴിക്കുന്ന ഭക്ഷണത്തിന് നമുക്ക് തരാൻ പോകുന്ന ഒരു പോസിറ്റിവിറ്റി, ഒരു പ്രസന്നത ഉണ്ട്. അതായത് അതിൻ്റെ വൈറ്റമിൻസും അല്ലെങ്കിൽ പ്രോട്ടീൻസൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അകത്തൊരു ദൈവീകത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് കോൺഷ്യസ്നെസ്സിലേ കിട്ടുള്ളൂ. അപ്പം എത്ര കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനാണ് നമ്മൾ ഹീലിംഗ് ചെയ്യേണ്ടത്. ആ ഹീൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അവൻ്റെ ശരീരം എവിടെ ആയിരിക്കുന്നത് അവിടെ അവൻ്റെ മനസ്സ് വെക്കാൻ അവന് പറ്റും. അതാണ് കോൺഷ്യസ്നെസ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ തരുന്നപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞ് ഇനി എവിടെ പോകണം, എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ ഇൻ്റർവ്യൂവിൽ നമ്മൾ സംസാരിക്കുന്നതും പകുതി മനസ്സിലാണ് അല്ലേ? ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളും പകുതിയായിട്ടേ നടക്കുള്ളൂ. ഇത് രണ്ടിലും ഒരു വരികയാണ്. അപ്പൊ നമ്മള് ആ ശരീരം നമുക്ക് എവിടെയാണുള്ളത്? പ്രസന്റിൽ. അവിടെ ഇരിക്കുക മനസ്സ്. നമുക്ക് പ്ലാനിങ് ചെയ്യാം, ഈ പറഞ്ഞ പോലെ വിഷ്വലൈസേഷൻസ് ചെയ്യാം, ഈ വിഷൻ ബോർഡിന്റെ കാര്യം പറഞ്ഞതുപോലെയൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് അതിനൊക്കെ സമയമെടുക്കാം. അതിലും നമ്മൾ ഫോക്കസ് അവിടെ കൊടുക്കണം. അപ്പോൾ വിഷൻ ടു മേക്ക് ഇറ്റ് ക്ലിയർ, നമുക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ക്ലാരിറ്റിയാണ്. എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അല്ലെ? അതിനുള്ള അപ്പൊ അതിലേക്ക് കൂടുതൽ നമ്മുടെ മൈൻഡ് ഫോക്കസ് ആവും അല്ലെ? അപ്പൊ അത് കൂടുതലായിട്ട് നടക്കാനുള്ള ചാൻസസും കൂടും. അതെ, അതുകൊണ്ട് ഇത് മേക്ക് ചെയ്തിട്ട് എടുത്തൊരു സൈഡിൽ വെക്കാൻ പറ്റില്ല. എന്നും അതിലേക്ക് ഒരു 2-3 മിനിറ്റ് നോക്കി അത് മനസ്സിൽ പതിക്കുക. അപ്പൊ ആ കാണുന്ന സമയത്ത് മനസ്സിൽ നമുക്ക് ഉണ്ടാകുന്നത് ഞാൻ ഇതാണ് എന്നുള്ളതാണ്. ഐഡന്റിറ്റി, നമ്മളുടെ സെൽഫ് ഐഡന്റിറ്റിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. അതായത് എനിക്കൊരു സ്വന്തമായി ഒരു വീട് വെക്കണം എന്ന ആഗ്രഹത്തിൽ ഞാൻ വിഷൻ ബോർഡിൽ എനിക്ക് വേണ്ട ഒരു വീട് ഇങ്ങനെ ഞാൻ പിക്ചറൊക്കെ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതെടുത്ത് നോക്കുമ്പോൾ ആ വീട്ടിൽ ഞാൻ താമസിക്കുന്നതായിട്ടും എൻ്റെ ഐഡന്റിറ്റി ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നിങ്ങൾ ആ വീട്ടിലെത്തുക. അതായത് അത് നടന്നു കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കണം. അതെ, അത് ഓൾറെഡി അത് എനിക്കുണ്ട്, എൻ്റെ ആണ്. അപ്പോൾ എൻ്റെ ഐഡന്റിറ്റി എന്താണ്? അതുപോലെ ഒരു ജോലി ആഗ്രഹിക്കുന്ന, ഒരു ഗവൺമെൻറ് ജോബ് ആഗ്രഹിക്കുന്ന ഒരാൾ ആ ഗവൺമെൻറ് ജോബിൽ ആ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഇവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് ഇപ്പോഴേ സങ്കല്പിക്കുമ്പോൾ അവൻ ആ ജോബ് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് വരാൻ തുടങ്ങും.
മനസ്സിലായി. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാനും അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സും ഒക്കെ നമ്മൾ പറയാറുണ്ട് ഞാനിത് മാനിഫെസ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടിയതാണ്, മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടിയ മൊമെന്റാ. പക്ഷെ ലിറ്ററലി നമ്മൾ ഈ പറയുന്നത് പോലെ അത്ര ക്ലാരിറ്റിയിൽ നമ്മളത് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് ശില്പ പറയുന്ന ഈ മാനിഫെസ്റ്റേഷൻ ഇല്ലേ, അതെങ്ങനെയാ ചെയ്യുക? അതൊരു വിത്ത് ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞുതരാം, ഹൗ ടു മാനിഫെസ്റ്റ് എന്നുള്ളത്. ഓക്കെ. ഇപ്പം ഫിനാൻഷ്യൽ ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞാൽ അത് മാറാനായിട്ട് കടങ്ങൾ മാറുക അല്ലെങ്കിൽ ഫിനാൻസ് ഒരു സ്റ്റേബിൾ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക, ഇത് എല്ലാവരുടെയും സാമാന്യം ആഗ്രഹമാണല്ലോ. അതെ. അപ്പം അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ബിലീവ്സിനെ നമ്മൾ മാറ്റണം. അതിനാണ് നമുക്ക് ഈ പറയുന്ന ഒരു എക്സ്റ്റേണൽ ഗൈഡൻസ് ആവശ്യമായി വരുന്നത്. എക്സ്പേർട്സിൻ്റെ നമ്മുടെ വിഷമം പോയിട്ട് നമ്മൾ ഫ്രണ്ട്സിനോട് മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ തരുന്ന സൊല്യൂഷനോ ഗൈഡൻസോ അല്ല. ഇപ്പം നിങ്ങൾക്ക് സൈക്കോളജിക്കലി വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾ, സ്പിരിച്വലി പറഞ്ഞാൽ മനസ്സിലാവില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാം, ഒരു കൗൺസിലിങ്. അതായത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല നിങ്ങൾ പോകുന്നത്. നമ്മൾ പറയില്ലേ, നമ്മളൊരു ക്ലീനപ്പ് അല്ലെങ്കിൽ ഒരു മന്ത്ലി ക്ലെൻസിങ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണാം. അതൊരു പ്രശ്നം ഉണ്ടായിട്ട് കാണുന്നതല്ല. അവർക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ നിങ്ങളുടെ വീക്ക്നെസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇത് സ്ഥായിയായിട്ടുള്ളതല്ല. അതായത് ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ ഉള്ളത് തന്നെയല്ല, മരണം വരെ പേഴ്സണാലിറ്റി മാറിക്കൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഇവോൾവ് ആവുന്നത്. റാദർ ദാൻ ഡിസ്കവറിങ് അവർ സെൽഫ്, നമ്മൾ ഡിസ്കവർ ചെയ്യുന്നതിന് പകരം നമ്മളെ ബിൽഡ് ചെയ്തെടുക്കണം. ആ ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് അപ്പം നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് അല്ലെ കൗൺസിലിങ്ങിന് പോവുക. ഇനി സ്പിരിച്വലി ആണ് വിശ്വാസമുള്ള ഒരാൾ എങ്കിൽ ഈ പറയുന്ന ഒരു ആസ്ട്രോളജർ അല്ലെങ്കിൽ ടാരോ റീഡർ നമ്മളെപ്പോലുള്ളവർ അവിടെയാണ്. എന്താണ് നിങ്ങളുടെ മനസ്സിന് ലിമിറ്റിംഗ് ബിലീഫ്സ്, എന്താണ് ആ ലിമിറ്റിംഗ് ബിലീഫാണ് നമ്മളെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആകാതെ താഴേക്ക് കൊണ്ടുപോയി വെക്കുന്നത്. ആ ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ലീനിയേജ് പാറ്റേൺസ്, ആൻസസ്ട്രൽ പാറ്റേൺസ്, നമ്മളുടെ മുൻപുള്ളവർ ജീവിച്ചതുപോലെ തന്നെ നമുക്ക് ജീവിക്കാൻ അറിയുള്ളൂ, അതല്ലാത്തൊരു ജീവിതം അറിയില്ലെങ്കിൽ എങ്ങനെ അത് ആഗ്രഹിക്കുന്നത്? അറിയണ്ടേ അത്. അപ്പം അത് ഒരു എക്സ്പോഷർ കിട്ടിയ ഒരാൾക്ക് അത് അറിയാൻ പറ്റും. എക്സ്പോഷർ കിട്ടാത്ത ഒരാളാണെങ്കിൽ അവൻ അതുപോലെ അല്ലേ അവനും ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് അവൻ്റെ ലിമിറ്റിംഗ് ബിലീഫാണ്. അതായത് ഞാൻ ഈ ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചു എന്നുള്ളത് കൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ ജേർണിയെ ഞാൻ ലിമിറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ട, അത് ഹീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ആസ് എൻ സോൾ ഒരുപാട് ജന്മങ്ങൾ നമ്മൾ എടുക്കും. അതായത് 80 ലക്ഷം ജന്മങ്ങൾ എടുത്തു കഴിയുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു മനുഷ്യ ജന്മം തന്നെ കിട്ടുക. 80 lakhs നമ്മുടെ വേദങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. 80 lakhs ജന്മങ്ങൾ എടുത്തിട്ടാണ്. അപ്പം ഇത്രയും ജന്മങ്ങളിൽ ഉള്ള മെമ്മറീസ്, എക്സ്പീരിയൻസസ് അല്ലേ, ആ മെമ്മറീസ് ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻസൈഡ് അസ്. സബ് കോൺഷ്യസ്ലി അൺകോൺഷ്യസ്ലി മെമ്മറി ഉണ്ട്. നമ്മൾ ഈ ആകാശിക് റെക്കോർഡിങ്സ് എന്നൊക്കെ പറയും, പാസ്റ്റ് ലൈഫ് റീഡിങ്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ നമ്മൾ ചെയ്യും. അതിൽ ഈ പാസ്റ്റ് ലൈഫിൽ ഉള്ള നമ്മളുടെ കർമ്മകൾ നമ്മളെ ഇപ്പോൾ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇത്രയേ ഉള്ള കാര്യം, എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത്ര ബേസിക് ആയിട്ടുള്ള സയൻസ് ഓർക്കുക. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ എല്ലാവരുടെ ആത്മാവ് ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ന്യായമായിട്ട് പോകുന്ന ഒരു എനർജിയാണുള്ളത്. അതായത് ശനിയുടെ എനർജി എന്ന് പറയും, ന്യായത്തിൻ്റെ എനർജിയാണ്. പക്ഷേ നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ ഇത് മറന്നുപോകും. അപ്പോൾ എപ്പോഴും ന്യായത്തിന്റെ പറ്റുന്ന വരില്ല. കോൺഷ്യസ്ലി മറന്നുപോകും, കോൺഷ്യസ്ലി വിചാരിച്ചാലും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, കർമ്മ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും. പ്രവൃത്തി മാത്രമല്ല, കർമ്മ തുടങ്ങുന്നത് ചിന്തയിലാദ്യം. അതാരും കാണുന്നില്ല എന്ന് വെച്ചാൽ എന്തും ചിന്തിക്കാന്ന് വിചാരിച്ചാൽ അവിടെ കർമ്മയുണ്ട്. കാര്യം നമ്മൾ ആരെയും ബോധിപ്പിക്കാനല്ല ജീവിക്കേണ്ടത്, ആ കർമ്മ നമ്മളുടെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്. പിന്നെ സംസാരത്തിലൂടെയാണ് പകുതിയും മുക്കാലും കർമ്മ ഉണ്ടാകുന്നത്. അതായത് പിന്നെ പ്രവൃത്തി, എങ്ങനെയാണ് ഈ കർമ്മ നെഗറ്റീവായി മാറുന്നത്? എൻ്റെ
ശരീരത്തിനെയോ മനസ്സിനെയോ ആത്മാവിനെയോ വേറൊരാളുടെ ശരീരത്തിനെയോ മനസ്സിനെയോ ആത്മാവിനെയോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുക, സംസാരിക്കുക, പ്രവർത്തിക്കുക ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ കർമ്മ ക്രിയേറ്റ് ആവുകയാണ്. എന്റെ മനസ്സിനെ വേദനിപ്പിച്ചാലും അത് കർമ്മയായിട്ട് മാറും. പിന്നെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് ഏറ്റവും അധികം ഡ്യൂട്ടി ഉള്ളത്, കടമയുള്ളത് നമ്മളോടാണ്. കാരണം നമ്മളുടെ ആത്മാവ് ഇത്ര ബുദ്ധിമുട്ടി ഇങ്ങനൊരു ശരീരവും ആ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കാൻ ഒരു മനസ്സുമായിട്ട് ജന്മമെടുക്കുന്നത് ആ ആത്മാവിൻ്റെ ഗ്രോത്ത്, ലക്ഷ്യങ്ങൾ, പർപ്പസുകൾ ചെയ്യാൻ, ഇവോൾവ് ചെയ്യാൻ. അതൊന്നും ചെയ്യാതെ മടിയും പിടിച്ചൊരു മൂലക്കിരുന്ന നമ്മൾ ആരെയും ദ്രോഹിക്കണ്ട, കൊലപാതകം ചെയ്യണ്ട, ആരെയും കുറ്റം പറയണ്ട, ഗോസിപ്പ് പറയണ്ട. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാതെ അവിടെ ഇരുന്നാൽ മതി. അവനാണ് ഏറ്റവും കർമ്മ ഉണ്ടാക്കുന്നത്. ഓ മാൻ, മടി പിടിച്ചിട്ട് പെട്ടൂലേ? അയ്യോ, മടിയാണ് ഏറ്റവും വലിയ കർമ്മം. മരണം എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ മരിക്കുമ്പോ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് വൈ ഹിം അല്ലെങ്കിൽ വൈ ഷീ എന്നുള്ളൊരു ചോദ്യം. ഈ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഒരാള്, അതായത് ഇപ്പൊ ചിലപ്പോ അവരുടെ ജാതകം എഴുതുന്ന സമയത്ത് 70 വയസ്സ് വരെ ആയുസ് അല്ലെങ്കിൽ 80 വയസ്സ് വരെ ആയുസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അവര് നേരത്തെ മരിച്ചിട്ടുണ്ടാവും. അതെന്താണ് അങ്ങനെ? അതായത് ചിലര് പെട്ടെന്ന് നേരത്തെ മരിക്കും. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, ഇതിപ്പോ ചോദ്യം വൈ ഹിം ഓർ ഹെർ എന്നുള്ളതാണോ നേരത്തെ എന്തുകൊണ്ട് മരിക്കുന്നു? രണ്ടും. ഇതിപ്പം ഒരു ആത്മാവിന് പല മരണസമയങ്ങളുണ്ട്. നമ്മളൊക്കെ ഈ ഭാഗ്യം എന്ന് പറയുന്ന സാധനം ഇല്ലെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഓ എനിക്ക് ഭാഗ്യമില്ല. പക്ഷെ നമ്മളൊക്കെ ഭാഗ്യത്തിന്റെ മേൽഭാഗ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരാ. കാര്യം ആ നടന്നു പോയി ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി നമ്മളെ വന്ന് ഇടിക്കേണ്ടതായിരുന്നു, അത് അവിടെ ഇടിക്കാണ്ട് പോയത് ഭാഗ്യമാണ്. ഇത് നമ്മൾ അറിയുന്ന പോലുമില്ല. അപ്പൊ ഒരുപാട് മരണ സമയങ്ങൾ നമുക്കുണ്ട്. അതില് നാച്ചുറൽ ആയിട്ട് ഉള്ള ഡെത്ത് സംഭവിക്കേണ്ട സമയമാണ് ഈ 70 വയസ്സ്. അതായത് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കും. അതിൻ്റെ അകത്ത് ഉർവാരുകം എന്ന് പറയും. അതായത് ഒരു കുമ്പളങ്ങ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ഒരു വള്ളിയിലാണല്ലേ. ആ കുമ്പളങ്ങ അവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ ആ വള്ളിക്കും കേടില്ല. അത്രയും വെയിറ്റ് ഉള്ള ഒരു സാധനം വീഴുമ്പോൾ ആ വള്ളിക്കും കേടില്ലാതെ അത് വലിയ സ്മൂത്തായിട്ടാണ് അതിന്ന് വിട്ട് പോകുന്നത് നാച്ചുറലി. അതുപോലെയാണ് ഒരാത്മാവിൽ നിന്നും നാച്ചുറൽ ഡെത്ത് സംഭവിക്കേണ്ടത്, ജീവൻ പോവേണ്ടത്. പക്ഷെ ആ നാച്ചുറൽ, അതിപ്പോൾ 70 വയസ്സായിരിക്കാം ജാതകത്തിൽ നോക്കുമ്പോൾ, ആ നാച്ചുറലായിട്ട് ഡെത്ത് സംഭവിക്കേണ്ടതിന് മുൻപ് മരിക്കുമ്പോഴാണ് അത് അപകട മരണമെന്നോ അല്ലെങ്കിൽ നേരത്തെ എന്നൊക്കെ ഉള്ളത് ഉണ്ടാവുക. ചിലവർക്ക് 70 വയസ്സ് ആവില്ല, ചിലവർക്ക് അത് ജാതകം അനുസരിച്ച്. അത് നമുക്ക് ജാതകം നോക്കുമ്പോൾ 9ാം ഭാവാധിപൻ്റെയൊക്കെ നിൽപ്പനുസരിച്ചിട്ട് നമുക്കത് കൃത്യം ഏറെക്കുറെ പറയാൻ പറ്റും. പക്ഷെ അത് ആരും പറയില്ല. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. അതാണ് സത്യം. ജീവിക്കുന്ന സമയം ജീവിക്കുക. അത് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റിൽ എല്ലാവരും എപ്പോഴും ചോദിക്കുന്നത്, അതായത് നമ്മളെപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ ഈ ഓവർ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, മരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത്. ഇപ്പൊ ചിലപ്പോ ഒരാൾ മരിച്ച അതേ സമയത്ത് വേറെ എവിടെയെങ്കിലും ഒരു കുട്ടി ജനിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളാണ് വന്നിരിക്കുന്നതൊക്കെ ആൾക്കാർ പറയും. ഈ ശരിക്കും ആക്ച്വലി ആഫ്റ്റർ ഡെത്ത് എന്താ സംഭവിക്കുക? ശരിക്കും മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് മരിച്ച ആരും തിരിച്ചു വന്ന് പറഞ്ഞിട്ടില്ല. അതാ ചോദിക്കുന്നത്. നമുക്ക് വേദങ്ങളിലൊക്കെ ഉള്ള അറിവുകളാണ്. നമ്മൾ ഒരു മരണം കഴിയുമ്പം ഒരു സ്റ്റഡി ഫേസിലായിരിക്കും എന്ന് പറയും ഒരു സോള്. അത് നമ്മൾ പറയുന്ന പ്രേതാവസ്ഥ. അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, നമുക്കൊരു ഹെലികോപ്റ്റർ വ്യൂ അല്ലെങ്കിൽ ബേർഡ്സ് ഐ വ്യൂവിൽ നമ്മൾ എല്ലാം കാണുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നതിലും കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ലേ എന്ന് പറയുന്നത് പോലെ, മരിച്ചു കഴിയുമ്പോൾ പഞ്ചഭൂതത്താലുള്ള ശരീരം ഇവിടെ അലിഞ്ഞു ചേർന്ന് പോയി കഴിഞ്ഞ് ഈ ജീവൻ ഒരു പഠനം നടത്തും എന്നാണ് പറയുന്നത് അവൻ്റെ ഓവറോൾ ലൈഫിനെ കുറിച്ച്. അവിടെയാണ് ഈ കാർമിക് കാൽക്കുലേഷൻസ് വരുന്നത്. അപ്പോൾ ഈ മരിക്കുന്ന സമയത്തുള്ള ഇവൻ്റെ ആഗ്രഹം അനുസരിച്ച് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി അത് മെയിൻ സോൾ പർപ്പസ് ആയിട്ടായിരിക്കും ഇവൻ അടുത്ത ജന്മം ഡിസൈൻ ചെയ്യപ്പെടുക. പക്ഷെ ആ ഡിസൈന് ചെയ്യപ്പെടുന്നതിനും ആ ലൈഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവൻ ചെയ്ത പ്രവൃത്തികളുടെ പോസിറ്റീവ്സ് ബാലൻസ് ഷീറ്റ്, നെഗറ്റീവ്സ് ബാലൻസ് ഷീറ്റ് എടുക്കും. ഇതെല്ലാം അനുഭവിക്കാൻ പാകത്തിന് നമ്മൾ തന്നെ ചൂസ് ചെയ്യാണ് നമ്മുടെ അടുത്ത ലൈഫ്. അപ്പം നമ്മൾ തന്നെ ചൂസ് ചെയ്യും നമ്മളുടെ പാരൻസിനെ. നമ്മൾ
എനിക്ക് ഇന്ന ആളുടെ മക്കളായിട്ട് എനിക്ക് ആ ലൈഫാണ് ഇനി എനിക്ക് അടുത്ത എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടത്. അപ്പോൾ ആ പേരൻസ് ആയിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന സോൾസ് അവർ എഗ്രി ചെയ്യണം. ഓക്കെ, എൻ്റെ ഗർഭപാത്രത്തിലൂടെ ഞാൻ നിന്നെ ഭൂമിയിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു പ്രോമിസ് അമ്മ തരികയാണ്, അമ്മയാകുന്ന സോള് തരികയാണ്. പ്രൊട്ടക്ഷൻ തരിക എന്നുള്ള അച്ഛനാകുന്ന സോള്. ആ 2 സോളുമായിട്ട് നല്ല കർമ്മ കാണും, ഇത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമ്മളിപ്പോ ചിലപ്പോ പറയില്ലേ ശത്രുക്കളാണ് മക്കളായിട്ട് വരിക. കറക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ശത്രുത മാത്രം ആവണമെന്നില്ല കേട്ടോ. പല നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞു വെക്കാം ശത്രുക്കളാണെന്നുള്ളത്. കർമ്മയുണ്ട്, പോസിറ്റീവും നെഗറ്റീവും കർമ്മയുണ്ട്. അപ്പം നമ്മളുടെ ഒരു ജന്മത്തിൽ നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്നതൊക്കെ നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് കർമ്മ എന്തെങ്കിലും കർമ്മ എനർജി എക്സ്ചേഞ്ച് നടത്തിയിട്ടുള്ളവരാണ്. ജസ്റ്റ് ഇമാജിൻ നമ്മളൊരു 80 ലക്ഷം ജന്മം എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പൊ മഞ്ജു ഈ ലൈഫിൽ എത്ര പേരോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ജന്മം നോക്കുമ്പോൾ ഇവരെല്ലാം സോൾമേറ്റ്സ് ആവും, നമ്മൾ സോൾമേറ്റ്സ് ആവും അടുത്ത ജന്മത്തിൽ വരുമ്പോൾ എന്ന് പറയുന്ന പോലെ 80 ലക്ഷത്തിലപ്പുറം ജന്മം എടുക്കുമ്പോൾ അത്രയും പേരുമായിട്ട് എനർജി എക്സ്ചേഞ്ച് നടത്തിയിട്ടില്ലേ? അവരൊക്കെ നമുക്ക് ഈ ജന്മത്തിൽ കണ്ടുകൂടാ എന്നില്ലല്ലോ. മനസ്സിലായി. അതായത് എവിടേക്കോ നമ്മൾ കണ്ടിട്ടുള്ള ആളുകളാണ് ഏതൊക്കെയോ സ്ഥലങ്ങളിൽ, അല്ലെ? ഇപ്പൊ സോൾമേറ്റ്സ് എന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കാം, പാർട്ട്നേഴ്സ്, കല്യാണം തന്നെ പറയാനുള്ള പാർട്ട്നേഴ്സ്. ഇപ്പൊ നമ്മൾ പറയുമല്ലോ ഒരാൾക്ക് ഇന്ന ആള്, ഓരോ അരിയിലും അത് കഴിക്കേണ്ടവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ഇന്ന ആൾക്ക് ഇന്ന ആളിനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയാ. അതിനിപ്പോ നമ്മളിപ്പോ സ്പിരിച്വലി പറയുകയാണെങ്കിൽ അതിൽ നമ്മള് നമ്മുടെ ജാതകമൊക്കെ നോക്കും, അല്ലെ? ജാതകം നോക്കുകയൊക്കെ ചെയ്യും. ജാതകത്തിൽ 10 പൊരുത്തം അല്ലെങ്കിൽ 10 9 പൊരുത്തമൊക്കെ ഉള്ള ആളുകള് ഇവര് റിയൽ ലൈഫിലേക്ക് വരുമ്പോ അത് വർക്ക്ഔട്ട് ആവൂല. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഇവിടെ പറഞ്ഞത് ശരിക്കും സെറ്റാണ്, ഇവര് യോജിക്കേണ്ടവരാണ് എന്നാണല്ലോ. അത് പറഞ്ഞതിന്റെ പ്രശ്നമാണ്. കാരണം ഇപ്പം നമ്മളുടെ ഒരാളുടെ ജാതകം നമുക്ക് 1,00,000 പേരുമായിട്ട് ചേർക്കാം, ഈ ഒരാളുമായിട്ടല്ല. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഒരുപാട് സോൾമേറ്റ്സ് ഉണ്ട്. ആണോ? പിന്നെ അതല്ലേ നമ്മളിപ്പോ പറഞ്ഞത്. ഇപ്പം 80 ലക്ഷം ജന്മം എടുത്തിട്ടുണ്ട്, ഒരു ജന്മത്തില് 1,00,000 പേരുമായിട്ട് ഇന്ററാക്ട് ചെയ്തോന്ന് വിചാരിക്കുക. അടുത്ത ജന്മം വരുമ്പോൾ ഈ 1,00,000 പേര് സോൾമേറ്റ്സ് ആണ്. അവരെ കണ്ടാൽ സോൾമേറ്റിനെ കണ്ടു എന്ന് പറയാം. ഈ സോൾമേറ്റ് എന്നുള്ളതിന് അർത്ഥം എൻ്റെ പാർട്ട്ണർ എന്നല്ല. ഇപ്പൊ എൻ്റെ സ്കൂൾമേറ്റ് എന്ന് പറയുന്ന എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആള്, അല്ലേ? എൻ്റെ കോളേജ് മേറ്റ്, എൻ്റെ കൂടെ കോളേജിലുണ്ടായിരുന്ന എല്ലാവരും എൻ്റെ കോളേജ് മേറ്റ് ആണ് പിന്നെ, അല്ലേ? എന്ന് പറയുന്നത് ഞാൻ ഒരു സോളായി, ഒരു ജീവനായി ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ ഇടപെട്ടിരുന്ന ജീവനുകളെല്ലാം ആ ജന്മശേഷം ഞാൻ ഏതെങ്കിലും ഒരു ജന്മത്തിൽ കാണുമ്പം നമുക്ക് എന്തോ നമുക്ക് എന്തോ ഒരു കോൺഷ്യസ് എന്താണെന്ന് അതറിയില്ല, എന്തോ ഒരു ഫീലിംഗ് കാണുമ്പോ പറഞ്ഞ എന്തോ കുറെ കാലമായിട്ട് പരിചയമുള്ളവരെ പോലെ തോന്നുന്നു. അതൊക്കെ സോൾമേറ്റ്സ് ആണ്. റൊമാൻറ്റിക് കണക്ഷൻസ് ഉള്ളത് മാത്രമല്ല സോൾമേറ്റ്സ്. അപ്പോ നമ്മളുടെ ഈ പറഞ്ഞ വൈബ്രേഷൻ ഉണ്ടല്ലോ, എനർജി വൈബ്രേഷൻ, ഈ കാണുന്നതിൽ ആരുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് 2 പേരുടെയും കല്യാണം എന്നുള്ളത് അല്ലെങ്കിൽ റിലേഷൻ എന്നുള്ളതാവുമ്പോൾ അവർ തമ്മിൽ കണക്ട് ആവുന്നു എന്നുള്ളത് ഒന്നും സ്ഥായി അല്ലല്ലോ, ഒന്നും സ്ഥായി ആയി നിൽക്കുന്ന കാര്യമല്ല. ഇപ്പം റിലേഷൻഷിപ്പ് വന്നിട്ട് ബ്രേക്ക് ആയി, സീരിയസ് റിലേഷൻഷിപ്പ്, കല്യാണം കഴിക്കും എന്ന് വിചാരിച്ചു എന്നിട്ട് ബ്രേക്ക് ആയി എന്നുള്ളത്, അത് ഈ പറഞ്ഞ പോലെ സോൾമേറ്റ് ആയിരിക്കും, പക്ഷെ കാർമിക് സോൾമേറ്റ് ആയിരിക്കും. അവർ തമ്മിൽ മുൻജന്മത്തിലെ എന്തോ ഒരു എനർജി എക്സ്ചേഞ്ച് പൂർത്തീകരിക്കാതെ പോയി, ഇൻകംപ്ലീറ്റഡ് ആണ്. അപ്പൊ അത് ഈ ജന്മത്തിൽ വന്നിട്ട് അവര് കംപ്ലീറ്റഡ് ആക്കി. അപ്പൊ അത് അവരുടെ ദൗത്യം കഴിഞ്ഞു. അവർ നമുക്ക് എന്തെങ്കിലും ലെസൺസ് പഠിപ്പിക്കുകയും ചെയ്യും. കാർമിക് സോൾമേറ്റ്സ് എപ്പോഴും നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കി തരും, നമുക്കൊരു ലെസൺസ് തരും. സോളിന് അത്രേ ആവശ്യമുള്ളൂ. സോളിന് കല്യാണം കഴിക്കാന്നോ കുട്ടി ഉണ്ടാവുകയെന്നോ അതൊന്നും അല്ല സോളിന് പരിപാടി വേണമെന്നില്ല. ഇല്ല, സോളിന് ഗ്രോത്ത് ആണ്. അതില് നമ്മൾ ഒരു മനുഷ്യനായിട്ട് ജനിക്കുമ്പം എല്ലാം അനുഭവിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, വേണം. അതിലെല്ലാത്തിലും കൂടെ കല്യാണം കഴിക്കുക, കുട്ടി ഉണ്ടാവുക, ആഗ്രഹങ്ങൾ അനുഭവിക്കുക, ഇതെല്ലാം ചെയ്യണം, എത്തിപ്പിടിക്കണം. അങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്. പക്ഷെ അതിലൊക്കെ അറ്റാച്ച്മെന്റ് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അതായത് കല്യാണം കഴിച്ചു, പ്രശ്നങ്ങൾ വന്നാൽ ഡിവോഴ്സ് ചെയ്യേണ്ടതാണ്, ഡിവോഴ്സ് ചെയ്യണം. അതല്ലാതെ അതിൽ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത്
ഒന്നില്ലെങ്കിൽ ആങ്സൈറ്റി, ഫിയർ, ഫ്യൂച്ചറിനോടുള്ള ഒറ്റയ്ക്കായി പോവോ, ലോൺലിനെസ്സിനോടുള്ള പേടി, ഇതൊക്കെ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതിനുള്ള ഗട്സ് ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മൾക്ക് മനസ്സിൽ തോന്നുകയാണ് ഇത് ഒത്തുപോവില്ല, അതെൻ്റെ കാർമിക് സോൾമേറ്റ് ആയിരിക്കാം, പക്ഷെ നമ്മൾ സോൾമേറ്റ് ആണെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുകയും വേണം. അല്ലേ? അതെ, അത് ആ അറ്റാച്ച്മെന്റ് വെക്കും തോറും നമ്മൾ ഗ്രോത്ത് കുറഞ്ഞേ ഇരിക്കുള്ളൂ. നമ്മൾ അറ്റാച്ച്ഡ് ആവും തോറും നമ്മളെ ഡിറ്റാച്ച്മെന്റ് പഠിപ്പിക്കാൻ യൂണിവേഴ്സ് സിറ്റുവേഷൻസ് കൊണ്ട് തന്നുകൊണ്ടേയിരിക്കും. ഈ ഇപ്പൊ ചില ഭാര്യ ഭർത്താക്കന്മാര് പറയൂലോ, അത് വളരെ റയർ ആയിട്ട് കാണുന്ന ഒരു പ്രതിഭാസമാണ്, ബട്ട് സ്റ്റിൽ ചിലര് പറയൂലോ, അടുത്ത 7 ജന്മത്തിലും എനിക്ക് ഇവളെ തന്നെ ഭാര്യയായി കിട്ടണം, അല്ലെങ്കിൽ ഇവനെ തന്നെ ഭർത്താവായി കിട്ടണം. നമുക്ക് എന്തും പറയാലോ. അല്ല, ഞാൻ ചോദിച്ചത് അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെന്ന് വെച്ചാൽ ഈസ് ദാറ്റ് പോസിബിൾ? ഈ പറഞ്ഞ പോലെ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് അവർ പറയുന്നതല്ലാതെ അവരുടെ ഉള്ളിലെ എനർജി ഇല്ലേ, അത് കൃത്യമായിട്ട് നമ്മുടെ ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ് റെസ്പെക്ട് ചെയ്യുന്നു, അഡ്മയർ ചെയ്യുന്നു, അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര എഫേർട്ട് അവിടെ കൊടുക്കും. നമ്മൾ ഒരാളെ അത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ജന്മങ്ങളിലും അവരെ ലഭിക്കാം. അത് ഈ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഈക്വൽ ആയിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്. ആ എനർജി സത്യമാണെങ്കിൽ, അത് അൺകണ്ടീഷണൽ ആയിട്ട് ലവ് അവിടെ ഉണ്ടെങ്കിൽ അത് വരാൻ വയ്യാഴികയില്ല. ഇപ്പൊ ഈ മരിച്ചവരുടെ കാര്യം ചോദിക്കാൻ വിട്ടു ഒരു കാര്യം, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളുകൾ, ഇപ്പൊ ലൈക്ക് നമ്മുടെ പാരന്റ്സ്, നമ്മുടെ പാർട്ട്ണർ, ഇങ്ങനെയുള്ള ആളുകൾ മരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ അവർ പറയില്ലേ എന്റെ പാർട്ട്ണർ ഇല്ല, ഐ ക്യാൻ ഫീൽ ഹിം, അല്ലെങ്കിൽ ഐ ക്യാൻ ഫീൽ ഹെർ. അത് ആക്ച്വലി അതിൽ എത്രത്തോളം സത്യമുണ്ട്? അത് ആക്ച്വലി സംഭവിക്കും അങ്ങനെ? അത് നമ്മളുടെ മെമ്മറിയിലല്ലേ, അവർ മരിക്കുന്നില്ലല്ലോ. നമ്മളുടെ മെമ്മറിയിൽ അവർക്ക് മരണമില്ല. നമ്മുടെ അച്ഛനോ അല്ല നമ്മുടെ അമ്മയോ നമ്മുടെ ഫ്രണ്ടോ അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. അതിനർത്ഥം ഫിസിക്കൽ പ്രസൻസ് വേണം എന്നില്ല. പക്ഷെ ഇവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. അത് നമ്മൾ അത്രയും ഫൈൻ ട്യൂൺഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക്, അതായത് നമ്മളും പ്രേതങ്ങളാണ് വിത്ത് ബോഡി. അവർക്ക് ആ ബോഡി ഇല്ലെന്നേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഈ ഇരിക്കുന്നതിൻ്റെ ഇവിടെ എത്ര സ്പിരിറ്റ്സ് ഉണ്ടാവും, എത്ര സോൾസ് ഉണ്ടാവും. നമ്മൾ പറയുന്നത് ഇതെന്തിനാ പേടിക്കുന്നത്, എന്തിനാ? നമ്മളെ പോലെ തന്നെ, നമ്മളെ പോലെ ശരീരം പോലും ഇല്ല അവർക്ക്. എന്ത് ചെയ്യാനാണ്? പാവങ്ങൾ, ഈ ശരീരം പോലും ഇല്ലാതെ ഇവർ എന്ത് ചെയ്യാനാണ്? പക്ഷെ ശരീരം പോലും ഇല്ലാത്ത പ്രേതങ്ങളാണ് ഡേഞ്ചറസ് എന്നാണ് സിനിമ പറയുന്നത്. ഇവർക്ക് നമ്മളെ പോലെ ജഡ്ജ്മെന്റൽ ആവാതെ സിറ്റുവേഷൻസിനെ പഠിക്കാൻ ഇവർക്ക് പറ്റും. കാര്യം അവരുടെ ഒറ്റ ഉദ്ദേശം പഠനമാണ്, അവിടെ അനാലിസിസ് ആണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളുടെ ഉദ്ദേശം പഠനമല്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളിലേക്കല്ലേ പഠിക്കുന്നത് പോലും അല്ലേ, നമ്മളെല്ലാം ലക്ഷ്യം കണ്ടിട്ടല്ലേ ചെയ്യും. അവർക്ക് അതുപോലും ഇല്ല. അതുകൊണ്ട് ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത എക്സ്പീരിയൻസ് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ എന്റെ അച്ഛൻ മരിച്ചതാണ്, അച്ഛൻ മരിച്ചിട്ട് 1 വർഷമായി. ഇപ്പം എന്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ആ ബെഡിൽ ഇവിടെ വന്ന് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ലിറ്ററലി അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആദ്യമൊക്കെ വിചാരിക്കുന്നത് അമ്മയുടെ തോന്നല, പക്ഷെ ഷീ ഈസ് വെരി കോൺഫിഡന്റ്. ഷീ സേസ് ഇല്ല അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് ഉറപ്പാണ് എന്ന്. അപ്പൊ അതെങ്ങനെ അതങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഫീൽ ചെയ്യാറില്ലേ? മനസ്സിന്റെ വിശ്വാസല്ലേ. നമ്മൾ ആ വൈബ്രേഷനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. നമുക്ക് അവർ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ, അതായത് ഇപ്പം അവരൊരു അടുത്തൊരു ജന്മം എടുക്കുന്നത് വരെ മേ ബി ദിൽ കമ്മ്യൂണിക്കേറ്റ് ഓൾസോ. ഐ തിങ്ക് അതാണ്. അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ അടുത്തൊരു ജന്മം എടുക്കുന്നത് വരെയുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അതെങ്ങനെയാ? ഇപ്പൊ നമ്മളിവിടെ പറയാ മോക്ഷം കിട്ടി പോവുക, അവരിവിടെ ഇല്ല എന്നൊക്കെയാണല്ലോ പറയാ. അത് എങ്ങനെയാ? അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണോ? അല്ല, മോക്ഷം കിട്ടി പോകുന്ന ആത്മാക്കളാണെങ്കിൽ അത് ഇനി പിന്നെ പുനർജന്മ ഇല്ല, അത് കഴിഞ്ഞു. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും മോക്ഷം കിട്ടുകയല്ലല്ലോ ചെയ്യുന്നത്. പുനർജനിക്കാൻ വേണ്ടിയിട്ട് ഈ ശരീരം ഉപേക്ഷിക്കുക ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ അവരുടെ അടുത്ത ലൈഫ് അവർ ഡിസൈൻ ചെയ്ത് കൃത്യമായിട്ട് പാരൻസിനെ അവർക്ക് കിട്ടുമ്പോൾ, പാരൻസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാവുന്ന സോൾസിനെ അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് ബർത്ത് ഉണ്ടാവും. അവർ പെൻഡിങ് വെച്ചിരിക്കുന്ന കർമ്മകൾ ഭൂമിയിൽ തീർക്കാൻ. നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന കർമ്മകളെല്ലാം തീർക്കും. ഇപ്പം ആഗ്രഹം, സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹിച്ച ആൾ അതിനു മുമ്പ് മരിച്ചു, അവൻ ആ വീട് വെച്ച് കഴിഞ്ഞാലേ അവൻ്റെ ആത്മാവിന് തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പം അവൻ ഏതെങ്കിലും ജന്മങ്ങളിൽ അത് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ പല പല ആഗ്രഹങ്ങളില്ലേ. അപ്പം അത് ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണം എന്നൊരു ആത്മാവ് ആഗ്രഹിച്ചാൽ അവൻ ആ പ്രധാനമന്ത്രി ആകുന്ന ലെവല് വരെ അവൻ പുനർജനിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടാവും
അതായാലേ അവന് ജന്മത്തിന് അവൻ അത്ര ആത്മാർത്ഥമായിട്ട് അവനത് ആഗ്രഹിച്ചു. അപ്പം ചുമ്മാ അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. അവനും അത്രയും ഹയർ വൈബ്രേഷനിൽ എത്തണം അല്ലേ? അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാൻ അവൻ കേപ്പബിൾ ആകുന്ന ലെവലിലേക്കുള്ള ഒരു ലൈഫ് അവന് കിട്ടുന്നത് ഏത് ജന്മത്തിലാണ്, എത്ര പുനർജനിക്കണം അത് നമുക്കറിയില്ല. ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയും നമ്മള്. വാട്ടർ അതായത് നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ വെള്ളത്തിന് ആ ഒരു എനർജി ഉണ്ടാവും എന്നൊക്കെ പറയുമല്ലോ. അത് എങ്ങനെയാ അത് വർക്ക് ആവാ? ഈ വാട്ടറിന് മെമ്മറി ഉണ്ടെന്നാ പറയുന്നത്. ഓ, അപ്പം ഈ മൂൺ മാനിഫെസ്റ്റേഷൻ, ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നത് അതൊക്കെ വിശ്വാസം, ഓരോ റിച്വലായിട്ട് ചെയ്യാം. ഫുൾ മൂണിൻ്റെ അന്ന് നമ്മൾ സ്റ്റീൽ വെസലിൽ വെള്ളം എടുത്തിട്ട് നമ്മളുടെ വിഷ് പ്രാർത്ഥിക്കുക, ആ വെള്ളം വെച്ചുകൊണ്ട് തന്നെ. എന്നിട്ട് ആ ഒരു ഫുൾ മൂണിന് ആ വെള്ളം അടച്ചു വെക്കുക, പിറ്റേ ദിവസം രാവിലെ എടുത്ത് ആ വെള്ളം കുടിക്കുക. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറന്നുപോയാലും ആ വെള്ളം ഓർക്കുന്നുണ്ട്. അത് നമ്മളുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ ആ മെമ്മറി നമ്മളുടെ ഐഡൻറ്റിറ്റിയെ നമ്മളുടെ ആഗ്രഹത്തിലേക്ക് എത്തിക്കും. അങ്ങനെ പറയാറ്. ഇതെല്ലാം വഴികളാണ്, നമുക്ക് എന്ത് വഴികളും എടുക്കാം. നമ്മളുടെ ഇമോഷണൽ റെഗുലേഷന് നമ്മളെ കോൺഷ്യസ് ആയി നിലനിർത്താൻ ഭക്തിയാണോ? ഭക്തിയിൽ പോവുക. ഭക്തി വേണ്ടേ? യോഗ മതിയോ? മതി. സൈക്കോളജിക്കലി മതിയോ? മതി. ഇതെല്ലാം മനുഷ്യർ ഉണ്ടാക്കിയിരിക്കുന്നതല്ല. ഇതെല്ലാം മനുഷ്യന്റെ മനസ്സിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഇന്നും പഠിക്കുന്നില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ ഒരാൾക്ക് ഇപ്പൊ എനിക്ക് എൻ്റെ വഴി ആയിരിക്കില്ല മഞ്ജുവിന്റെ വഴി അല്ലേ? അപ്പൊ ആ താങ്കൾക്ക് ഇഷ്ടമുള്ള വഴി താങ്കൾ ചൂസ് ചെയ്യണം, അതിൽ തെറ്റില്ല. മനസ്സിലായി. അതായത് ഒരു മനുഷ്യന് അയാൾക്ക് സന്തോഷമായി സമാധാനമായിട്ടിരിക്കാൻ അയാളെയും അയാളുടെ സോളിനെയും വേദനിപ്പിക്കാതെ വേറൊരാളെയും അവരുടെ സോളിനെയും വേദനിപ്പിക്കാതെ എന്തും ചെയ്യാം. വാട്ട് എവർ മേക്സ് യു ഹാപ്പി യു കെൻ ഡു ഇറ്റ് അല്ലെ? യു കെൻ ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി വെള്ളം മാനിഫെസ്റ്റേഷൻ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് 11-11. അതെന്താ അതങ്ങനെ? അതായത് 11-11 അതൊരു സമയമാണല്ലോ. പക്ഷെ ആ 11-11 വരുമ്പോ ആളുകൾ അതിന്റെ ലോക്കറ്റ് ഉണ്ടാക്കിയിടുന്നു, അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് മേക്ക് വിഷ് എന്ന് പറഞ്ഞ് വിഷ് ഉണ്ടാക്കുന്നു. അതെന്താ സംഭവം? സിൻക്രോണിസിറ്റി എന്ന് പറയും, ഏഞ്ചൽ നമ്പേഴ്സ്. ഈ 11-11 വരുമ്പോ നമ്മൾ ആഗ്രഹിക്കുമല്ല വേണ്ടത്. ശരിക്കും 11-11 നിങ്ങൾ കാണുന്നൊരു സമയമുണ്ടല്ലോ, നിങ്ങൾ ക്ലോക്കില് ഇതിലൊക്കെ കാണുമല്ലേ? ആ കാണുന്ന സമയത്ത് പുറകോട്ടാ ചിന്തിക്കണ്ടേ, ഞാൻ ഇപ്പം എന്തായിരുന്നു ആഗ്രഹിച്ചത്, ഞാൻ ഇപ്പം എന്താണ് ചിന്തിച്ചത്, ആ ചിന്തിച്ചത് നടക്കും. അത് അലൈൻഡായി, യൂണിവേഴ്സുമായിട്ട് അലൈൻഡായി. അതായത് 11-11 കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആഗ്രഹിച്ച എന്താണോ അത് സെറ്റ് ആവും അല്ലെ? 11-11 കണ്ണിൽ പെടുന്ന സമയത്ത് അതിന് മുന്നേ ഉണ്ട്. അതാണ് അപ്പം മേക്ക് വിഷ് നടത്തിയിട്ട് കാര്യമില്ല. ഇല്ല. ഓ, അങ്ങനെ 11-11 മാത്രമല്ല, 2222, 1221 അങ്ങനെ ഇതെല്ലാം അവിടെ ഓൾറെഡി ഇല്ലേ, ഇത് പുതിയതല്ലല്ലോ. പക്ഷെ നിങ്ങളുടെ കണ്ണിൽ ഇത് പെട്ടു അല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് വന്നു, നിങ്ങളുടെ കോൺസെൻട്രേഷൻ അവിടെ വന്നു. നിങ്ങൾ ആ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇത് കാണുക. ഒരു സൈൻ പോലെ, യൂണിവേഴ്സിന്റെ സൈൻ. അപ്പം നമ്മള് ഹീൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഇത് കാണുക. പിന്നെ ഇതിന് ഓരോ നമ്പേഴ്സിനും ഓരോ മീനിങ്സ് ഉണ്ട് ഡീകോഡ് ചെയ്യാൻ, ഒരുപാടുണ്ട്. 11-11 ഇതാ ഞാൻ പറഞ്ഞ ഏഞ്ചൽ നമ്പേഴ്സ്. ഇത് ഓരോ വ്യക്തികളുടെ എനർജി അനുസരിച്ചാണ്, അല്ലാതെ ജനറൽ മീനിങ് അല്ല. ഓരോരുത്തർക്ക് അത് ഓരോ സമയത്ത് ഓരോ മീനിങ് ആണ്. നമ്മളത് ടാരോ ഗൈഡൻസ് എടുത്ത് നോക്കാറുണ്ട്, നമുക്ക് മനസ്സിലാവും ഈ സമയത്ത് ഈ വ്യക്തി 11-11 കണ്ടു, അല്ലെങ്കിൽ സ്ഥിരമായ അയാള് 1212 കാണുന്നു. അതിനൊക്കെ മീനിങ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മനസ്സിലായി. ഓക്കെ. ഇപ്പൊ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിലില്ലേ ഇതില്, അതായത് ഒരു രീതിയിലും എനിക്കത് നിങ്ങൾക്ക് അതിന്റെ സയൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല, പക്ഷെ ദിസ് ഹാപ്പൻഡ് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര രസമുള്ള, ഭയങ്കര എന്താ പറയാ, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ആരുടെങ്കിലും റീഡിങ് എടുത്തപ്പോഴോ അങ്ങനെ എന്തെങ്കിലും? എവറി റീഡിങ്സ് ആർ എക്സൈറ്റിംഗ്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ നമ്മള് ഇവരുടെ പ്രശ്നം പറഞ്ഞ് ഇവരെ ഹീൽ ചെയ്യിപ്പിച്ചിട്ട് ഇവരുടെ ആ കാര്യം തടസ്സം മാറി ഇവർക്കത് നടന്നു എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട്, അത് പലതും ജോലി കിട്ടാത്ത, വർഷങ്ങളായിട്ട് ജോലി കിട്ടാതെ തടസ്സമായിട്ടിരിക്കുന്ന അവർക്ക് ആ ജോലി കിട്ടാനുള്ള അല്ലെങ്കിൽ ഒരു ഇൻകം എനിക്കുണ്ടാവുന്നു, ഞാൻ സെൽഫ് സഫിഷ്യൻ്റ് ആവുന്നു എന്നുള്ളതിലേക്ക് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ ഹീലിങ്ങിലൂടെ അവർക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നു.
അങ്ങനെ അവർക്ക് ജോബ് കിട്ടുന്നു. അപ്പം എന്ത് കാര്യത്തിനാണോ ഇവിടെ റീഡിങ് നമ്മൾ എടുത്തത്, എനിക്കത് ശരിയായി എന്ന് പറഞ്ഞ് ഇവർ മെസ്സേജ് അയക്കുന്നതെല്ലാം നമുക്ക് എക്സൈറ്റ്മെൻറ്റ്. ഒരാളുടെ എന്ന് പറയാൻ പറ്റില്ല. മാരേജ് തടസ്സമായിട്ട് നിൽക്കുന്നവർക്ക് മാരേജിലേക്ക്, ചിലവർക്ക് ജോബ്, ചിലർക്ക് ഉള്ള ജോലി റിസൈൻ ചെയ്തിട്ട് അവരുടെ പാഷനിലേക്ക് പോകുന്നത്, അങ്ങനെ ഒരുപാട് ഒന്നെന്നല്ല ഒത്തിരി കാര്യങ്ങൾ. അത് സ്ഥിരമായിട്ട് അവർ മെസ്സേജ് അയക്കുന്നത് എല്ലാവരും നമ്മളോട് പറയാറുമുണ്ട്, ക്ലയൻസ് ഒക്കെ. അത് നമുക്ക് വലിയ സന്തോഷമാണ്. ഇതിപ്പോ എത്ര കാലം ഈ ടാരോ റീഡിംഗ് അല്ലെങ്കിൽ ടാരോ റീഡിംഗ് കോഴ്സ് ഒക്കെ ചെയ്തു കൊടുക്കാൻ തുടങ്ങിയിട്ട്? ടാരോ റീഡിംഗ് ഇപ്പം ഏകദേശം ഒരു 3 വർഷമായി. ഞാൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് തത്വമസി കൺസൾട്ടേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഹീലിങ്സ് കൊടുക്കുന്നുണ്ട്, ടാരോ പഠിപ്പിക്കുന്നുണ്ട്. ശില്പ ആക്ച്വലി, അതായത് ഇതിനു മുന്നേ ടാരോ റീഡിങ്ങിനും അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ ജേർണിക്ക് മുന്നേ ഉള്ള ശില്പ ഇതുപോലെ വളരെ സോഫ്റ്റ് ആയി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ശില്പയായിരുന്നു, അതോ ഈ ജേർണിയിലേക്ക് വന്നതിന് ശേഷമാണ് എങ്ങനെയായ മാറ്റം? ഒരുപാട് ഉണ്ട്. അതായത് കുറച്ചുകൂടെ ദേഷ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ദേഷ്യവും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്തിനും ദേഷ്യപ്പെട്ടിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാണ് എന്നുള്ള അതൊരു ഗ്രാജുവൽ ജേർണിയാണ്. അതുപോലെ പെട്ടെന്ന് അഫക്റ്റഡ് ആവുമായിരുന്നു ഇമോഷണലി. ഇപ്പം അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മുടെ ഫ്രണ്ട്സ്, ഇവരെന്നൊക്കെ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും പലതും. ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ ഹേർട്ടാവും. അപ്പം നമുക്ക് സങ്കടം വരാറുണ്ട്. പക്ഷെ ഇപ്പം ഇല്ലേ, ഓക്കെ, അവരങ്ങനെയല്ലേ, അവരെ കൊണ്ട് അതല്ലേ പറ്റൂ, ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നതല്ലേ പ്രശ്നം. എല്ലാത്തിനെയും നമുക്ക് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നന്നായിട്ട് പറ്റുന്നുണ്ട്. ഈ ഇപ്പൊ ചില സമയത്ത് ഇത് ക്വസ്റ്റ്യൻ റൈറ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പൊ ഞാൻ സെലിബ്രിറ്റി ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുമ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ലാലേട്ടൻ ഒരു പ്രത്യേക ഓറയാണ്, പുള്ളി നമ്മളെ അങ്ങ് അട്രാക്ട് ചെയ്യുന്ന പോലെ തോന്നും എന്ന്. ഹാവ് യു എവർ ഫെൽറ്റ് ദാറ്റ്? അതായത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി കാണുമ്പോൾ ദിസ് പേഴ്സൺ ഇസ് വെരി ഒരു ഹൈ വൈബ്രേഷൻ ഒരാളാണ് എന്നങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലേ, നമ്മളിപ്പം ലാലേട്ടൻ അല്ലെ മമ്മൂക്ക എന്നൊക്കെ പറയാം, ഇവരൊക്കെ ഈ സെൽഫ് ലവിന്റെ എപ്പിറ്റോമിൽ നിൽക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് സെൽഫ് ലവ് എത്രത്തോളം ഉണ്ടാവുന്നു അത്രയും നമ്മളുടെ ഓറ ഭയങ്കര പോസിറ്റീവായിരിക്കും. കാരണം ഇത്രയേ ഉള്ളൂ, സെൽഫ് ലവ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ മനസ്സിലാവുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ഹേർട്ടാവും മറ്റൊരാൾക്കും. നമ്മളെ ഹേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മളെപ്പോലെ അവരെയും കാണാൻ നമുക്ക് പറ്റും. ഇത് ഹയർ വൈബ്രേഷൻ അല്ലേ. നമുക്കൊരു സെലിബ്രിറ്റി ലെവലിൽ നിന്ന് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അതിപ്പം ഫിലിമിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു IAS ഓഫീസർ അല്ല IPS അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ ആ ഒരു ലെവൽ ഓഫ് വൈബ്രേഷൻ ഉണ്ടായിരിക്കുമ്പോൾ മാത്രമാണ് അവർ അത്, അല്ലെങ്കിൽ അവർക്ക് അത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് അത് റിസീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതെ അതെ അതെ. നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോഴല്ലേ ഇതിൽ നമ്മൾ നോക്കുക, ടാരോ റീഡിംഗ് എടുക്കുക. ഇപ്പൊ എനിക്ക് പലപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ് വൈ എം ഐ സോ ആങ്ഷ്യസ് എന്നുള്ളത്. കാരണം ഇപ്പം എന്റെ ഫാദർ ഒരു 1.25 വർഷം മുമ്പാണ് മരിക്കുന്നത്. അതിന് മുന്നേ വരെ എനിക്ക് ആങ്സൈറ്റി എന്ന് പറഞ്ഞ ആളുകൾ പറയുമ്പോൾ മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഐ ഹാവ് ദറ്റ് പ്രോബ്ലം. അത് അച്ഛൻ മരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായത് അപ്പൊ പോയിട്ടുള്ള ഇമോഷണൽ ട്രോമ കൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. Why do I still have anxiety when I've really accepted that my father is no more? അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ആങ്സൈറ്റി തിരിച്ചറിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടാരോയിൽ നമുക്കൊരു ഗൈഡൻസ്, സബ് കോൺഷ്യസ് തോട്ട്സ് എന്താണ് ആങ്സൈറ്റിയുടെ ഒരു റൂട്ട് കോസ് ആയിട്ട് എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, നമുക്കിവിടെ 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് ശ്രദ്ധിച്ചറിയാം. ഇവിടെ കപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത് ടാരോയിൽ. ഓക്കെ, ഇതിൽ ഈ നഷ്ടപ്പെട്ടു പോയ കപ്സ് ഉണ്ടല്ലോ, നഷ്ടപ്പെട്ടു പോയതിലേക്കാണ് ഇയാൾ നടന്നു പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ എത്ര റിമൈനിങ് ഉണ്ട് അതിലയാൾ മനസ്സ് കൊടുക്കുന്നില്ല. അപ്പം നമുക്ക് ഉള്ളത് എന്താണോ ആ ഉള്ളതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നില്ല, മറിച്ച് നമ്മളിപ്പോഴും നഷ്ടത്തിൽ ഫോക്കസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഇതിന് മേജറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്കുള്ളത് എന്താണ് ആ ഉള്ളതിന് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇത്രയേ ഉള്ളൂ. ഡിയർ യൂണിവേഴ്സ്, താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ബോഡി, താങ്ക് യു ഫോർ മൈ ഹെൽത്ത്, താങ്ക് യു ഫോർ മൈ ലൈഫ്.
ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് ശ്വാസം വലിക്കുന്നില്ലേ? നമ്മളില്ലേ, നമ്മൾ റിയലായിട്ട് ഇവിടെ ജീവിച്ചിരിക്കുന്നില്ലേ ഹെൽത്തി ആയിട്ട്? ഒരു പരസഹായം ഇല്ലാതെ നമ്മൾ നടക്കുന്നില്ല. നമ്മുടെ ലൈഫിൽ ഗ്രേറ്റ്ഫുൾ ആകാൻ എന്തൊക്കെ ഉണ്ടല്ലേ? നമുക്ക് പാർട്ട്ണറുണ്ട്, കുട്ടിയുണ്ട്, റിലേഷൻഷിപ്സ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്, അല്ലേ? എല്ലാം ഉണ്ട്. അപ്പം ആ ഉള്ളതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പം മുമ്പ് പറഞ്ഞതുപോലെ നമ്മളുടെ ഹയർ വൈബ്രേഷൻ വരും. ഈ ഹയർ വൈബ്രേഷനിലിരിക്കുമ്പം ഈ നഷ്ടബോധമല്ല പിന്നെ ഉണ്ടാവുന്നത്. ഇവിടെ 8 കപ്സ് ഓൾറെഡി ഉണ്ട്, പക്ഷെ ആ പോയതിലേക്കാണ് ഇയാൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ? ആൻഡ് മൂണാണ് ഇവിടെ വന്നിരിക്കുന്നത്. മൂന്ന് നമ്മൾ ടാരോയിൽ എപ്പോഴും ഒരു ഡിപ്രസീവ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് എന്ന് പറയും. അതിനെയാണ് സൂചിപ്പിക്കുക. ക്ലാരിറ്റി കുറവ്. അപ്പം നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തടത്താണ് ആങ്സൈറ്റി ഡെവലപ്പ് ആവുക. നാളെ എന്ത് നടക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എങ്കിൽ എനിക്ക് ആങ്ഷ്യസ് ആവേണ്ടി വരില്ല. എനിക്ക് പ്രിപ്പയർ ആയാൽ മതി, എനിക്കത് അക്സെപ്റ്റ് ചെയ്താൽ മതി. എനിക്ക് ക്ലാരിറ്റി ഇല്ല, എനിക്ക് എന്ത് വേണം, എനിക്ക് എന്ത് നടക്കാൻ പോകുന്നു, അവിടെയാണ് നമുക്ക് ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യുക. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി തന്നെ നമുക്ക് ഈ പറയുന്ന ഹയർ വൈബ്രേഷനിൽ നിൽക്കാൻ പറ്റും, ആങ്സൈറ്റി കുറയ്ക്കാൻ പറ്റും. ഇത് നമ്മളിപ്പം സിംഗിൾ കാർഡിൽ എടുത്തിരിക്കുന്നതാണ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത് ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് അവരുടെ പാസ്റ്റ് മുതൽ അവരുടെ ഇപ്പോൾ അനുഭവിക്കുന്നത് വരെയുള്ള അവരെന്തിലേക്കാണ് സഞ്ചരിക്കേണ്ടത് ആസ് എ സോൾ പർപ്പസും എല്ലാം മനസ്സിലായി കഴിയുമ്പോൾ അങ്ങനെ ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു സിമ്പിൾ റെമഡി പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായി. താങ്ക് യു സോ മച്ച്. യു വർ റൈറ്റ്. ഓക്കെ, ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ടാരോ കാർഡ് റീഡിംഗ് യു ടീച്ച് അല്ലേ? പഠിപ്പിക്കും അല്ലേ? പഠിപ്പിക്കുന്നുണ്ട്. അതൊരു കോഴ്സ്. അതെങ്ങനെയാ പഠിക്കുക? അത് നമ്മൾ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം പലരും അബ്രോഡാണ്, ക്ലയൻസ് ആണെങ്കിലും ഒക്കെ അബ്രോഡാണ്. അപ്പം അവരുടെയൊക്കെ സമയവും സൗകര്യവും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുക ഓൺലൈനായിട്ട്. എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. എത്ര നാളെടുക്കും ഇത് പഠിച്ചു തരാൻ? അത് പഠിപ്പിക്കാൻ നമുക്ക് ഒരു നിശ്ചിത കാലയളവ് മതി. അതായത് നമ്മളിപ്പോൾ ഒരു സിലബസ് പഠിപ്പിക്കുന്നത് പോലെ. പക്ഷെ ഇത് പഠിച്ചെടുക്കാൻ ഓരോരുത്തർക്ക് ആദ്യം ഒരാൾക്ക് നിയോഗം ഉണ്ടാവണം, ഒരാൾക്ക് ആഗ്രഹം തോന്നുക എന്ന് പറയുന്നത് തന്നെ എവിടെയൊക്കെയോ നിയോഗം ഉള്ളത് കൊണ്ടാണ്. പിന്നെ അവൻ കൊടുക്കുന്ന എഫേർട്ട്, അതായത് ഒരു ലൈഫ് ഓഫ് എ ഹീലർ അത് അത്ര ഈസി അല്ല. പക്ഷെ അതിനോട് അത്രയും പാഷനും ഇഷ്ടമുണ്ടെങ്കിലേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതൊരു ഇൻറ്റ്യൂട്ടീവ് റീഡിംഗ് ആണ്. അപ്പം നമ്മളുടെ ഇൻറ്റ്യൂഷൻ, നമ്മൾ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞതുപോലെ 5 സെൻസും കടന്ന് 6th സെൻസിലേക്ക് കണക്റ്റ് ആവണമെങ്കിൽ തടസ്സങ്ങളില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ അതിനൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ സാത്വികമായി ഫോളോ ചെയ്യണം. സാത്വികമായ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് റുട്ടീൻസ് ഉണ്ടാവണം. നോൺ വെജ് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. കാര്യം നോൺ വെജ് കഴിച്ചാൽ എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. കഴിക്കാൻ ഇപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി കുറച്ചും കൂടെ എനർജി ഡ്രെയിൻഡ് ആവും ഈ നോൺ വെജ് എടുക്കുമ്പോൾ. അപ്പം കൂടുതൽ ദഹിക്കേണ്ട അപ്പം നമ്മളുടെ ഇൻറ്റ്യൂഷനോ അല്ലെങ്കിൽ നമ്മളുടെ ഇതുപോലെയുള്ള ഈ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട എനർജിയും കൂടെ നമ്മൾ കൺസ്യൂം ചെയ്യും ഇത് ദഹിപ്പിക്കാൻ വേണ്ടി. ഇപ്പം കഴിച്ചത് തന്നെ കഴിച്ച് കിട്ടിയ എനർജി തന്നെ ദഹിപ്പിക്കാൻ എടുക്കുക, അങ്ങനെയാണല്ലോ. പിന്നെ രണ്ടാമതൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ഡെഡ് ആയിട്ടുള്ള മീറ്റ് കഴിക്കുമ്പം ആ എനർജി നമ്മളിൽ വരിക. നമ്മൾ എന്ത് കൺസ്യൂം ചെയ്യുന്നു ആ മെമ്മറി നമുക്ക് ഉണ്ടാവുക. അപ്പം ലൈവായിട്ടുള്ളത് കഴിക്കുമ്പോൾ നമ്മളും ലൈവ്ലി ആയിരിക്കും. അപ്പം ഇതൊക്കെ ഇൻറ്റ്യൂഷനെ നമുക്ക് അത്ര ഹെൽപ്പ് ചെയ്യില്ല. അപ്പം എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ എത്രത്തോളം ഫോളോ ചെയ്യാൻ നോൺ വെജ് കഴിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ചെയ്യാം. പക്ഷെ അതിൻ്റെ റിസൾട്ട് ഇപ്പം അത് പഠിച്ചെടുക്കാനുള്ള സമയം അങ്ങനെ അത് ഓരോരുത്തരും വരുമ്പോൾ നമ്മൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കും, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ. കാരണം ഇതൊരു ഇൻറ്റ്യൂട്ടീവ് റീഡിംഗ് ആയതുകൊണ്ട് ഇൻറ്റ്യൂഷൻ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഇതിപ്പം കാർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് 78 കാർഡ്സ് ഉണ്ട്. ഇതിൻ്റെ സിലബസ് പഠിക്കുക അല്ലെങ്കിൽ ടെക്നോളജി പഠിച്ചതുകൊണ്ട് ഒരാൾക്ക് കാർഡ്സ് മനസ്സിലാവും. പക്ഷെ ഇത് ഇപ്പം ഈ ഒരു കാർഡ് കാണുമ്പോൾ ഞാൻ ഇവിടെ പറയുന്ന മീനിങ് ആയിരിക്കില്ല വേറൊരാൾക്ക്. അതായത് ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ഒരാളുടെ റീഡിംഗ് ആയിരിക്കില്ല വേറൊരാൾക്ക് വരെ. അത് സാഹചര്യം അവരുടെ എനർജി അനുസരിച്ച് മാറും. അപ്പൊ നമ്മൾ അത് ഇൻറ്റ്യൂട്ടീവ്ലി ഒരു റീഡർ പറയണം.
അത് നമ്മൾ ജ്യോതിഷമാണ്, അതെല്ലാം ഇൻറ്റ്യൂഷൻ ഇല്ലാതെ വർക്ക് ചെയ്യില്ലല്ലോ. കാര്യം ജ്യോതിശാസ്ത്രം അറിയാതെ ഇപ്പം നമ്മൾ പ്രശ്നം വെക്കുമ്പം ഇന്ന രാശിയിൽ ഇന്ന ഗ്രഹം ഇരുന്നാൽ എന്താണെന്ന് നമുക്ക് അറിയില്ല. അതിന് നമ്മളത് പഠിക്കുക തന്നെ വേണം. പക്ഷെ അത് കാണാതെ പഠിച്ച് പറയുന്നതും അതങ്ങനെ വരുമ്പോൾ ഈ വ്യക്തിക്ക് പേഴ്സണലി എന്താണ് പ്രശ്നമുണ്ടാകുന്നത്, അതിന് നമ്മൾ കൊടുക്കേണ്ട സൊല്യൂഷൻ എന്താണെന്നുള്ളത് അത് ആ ഒരു റീഡറിൻ്റെ കേപ്പബിലിറ്റി പോലെ ഇരിക്കും. അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കേപ്പബിലിറ്റി പോലെ ഇരിക്കും. ഓക്കെ, മനസ്സിലായി. ഇറ്റ് ഇസ് നൈസ് ടോക്കിംഗ് ടു യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.